എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാനിവനിങ്ങനെ കൊണ്ടുവരുമ്പോൾ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനി ഇത് ഫീഡ് ചെയ്യാനൊക്കെ എങ്ങനെ പഠിപ്പിക്കും. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് നിപ്പിളിലേക്ക് വരുമ്പോൾ സക്ക് ചെയ്യുന്നു. ഇവനെ ഏതോ കാലം മുതൽ അറിയുന്ന പോലെ പാല് കുടിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ബേബി റെഡിയാണ് പാല് കുടിക്കാനായിട്ട്. അറ്റ് ഓൾ ഏജസ് നോക്കുന്ന രണ്ട് കാര്യങ്ങൾ വെയ്റ്റും ഹൈറ്റുമാണ്. 6 months കഴിഞ്ഞിട്ടുള്ള ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കോഫ് റെമഡീസ് ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിലൊക്കെ, നമ്മുടെ ചുക്ക് കാപ്പി, അതിൻ്റെ അകത്ത് കുറച്ച് മാത്രം കുരുമുളക് ഇടുക, ചെറിയ എരിവ് മാത്രം ഇട്ടൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുടിക്കും. വയറിളക്കം ഒരു കോമൺ ഇൽനെസ് ആണ് കുട്ടികളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ജലദോഷം കോമൺ ആണ്. ഇൻ ബിറ്റ്വീൻ ഇൽനെസ്സസ് നമുക്കൊരു 1 month എങ്കിലും, അതായത് ഒരു വർഷത്തിൽ ഒരു 6 ഇൽനെസ്സസ് ഒക്കെ വരാം. സോഷ്യൽ സ്മൈൽ, നമ്മളെ നോക്കിച്ചിരിക്കുന്ന 6 weeks ആണ്. 6 weeks ഉള്ള വാവ മുഖത്ത് നോക്കിച്ചിരിക്കും. വളരെ കോമൺ ആയിട്ടുള്ളൊരു ധാരണയാണ് പനി എന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിക്കേണ്ടത് ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ടാണ്. സ്റ്റാർട്ട് 6 months ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുട്ട കൊടുക്കാം, ബോത്ത് വെള്ള ആൻഡ് മഞ്ഞ. അയൺ എക്സലൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഗ്രീൻ കളർഡ് എല്ലാ വെജിറ്റബിൾസും നല്ലതാണ്. എപ്പോഴും പറയും ആസ് എ ഫാമിലി കുഞ്ഞു വാവയും നമ്മളുടെ കൂടെ ഇരുത്തി നമ്മൾ കഴിക്കുന്നത് കണ്ട് മോനും കഴിക്കട്ടെ. അപ്പോൾ അവൻ കുറേ തട്ടി താഴെയിടും, അത് നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ പേഷ്യൻസിന് ഒരു ആൻഡ് ടൈം, അതാണ് നമ്മളുടെ ഫീഡിങ്ങിന് ഉള്ളൊരു മെയിൻ ഇത്. അപ്പോൾ നമ്മൾ പീസോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഇഡലിയോ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കുഞ്ഞിന് ഇങ്ങനെ എടുത്ത് വായിൽ വെക്കാനുള്ള പ്രാപ്തി, അത് പഠിപ്പിച്ചാലേ കുഞ്ഞ് ചെയ്യും. അപ്പോഴും നമ്മൾ ഫോണും എടുത്ത് വെച്ച് കോരി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് ഫോണും നോക്കി ഒരിക്കലും ഫീഡ് ചെയ്യാനായിട്ട് പഠിക്കില്ല. അപ്പം NABH accredited ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ with 40 specialty in all medical disciplines with more than 300 beds. With advanced technology, expert doctors and modern infrastructure, we deliver care that's precise yet personal. SK Hospitals, touching human lives. ഡോക്ടർ, ഇപ്പോൾ പനിക്കാലാണല്ലോ, അപ്പം നമുക്ക് പനിയെപ്പറ്റി സംസാരിച്ച് തുടങ്ങാം. പല അമ്മമാരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ആദ്യമായിരിക്കും കുഞ്ഞുങ്ങളിലെ പനി. ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഏറ്റവും കൺസേൺ ആയി പാരൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ പാരസിറ്റമോൾ കൊടുത്തിട്ടും പനി മാറുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആശങ്കപ്പെടേണ്ട അവസ്ഥയാണോ? എന്താണ് അതിനുള്ള കാരണമെന്ന് മാമിന് തോന്നിയിട്ടുള്ളത്? ഇതിനുള്ള ഉത്തരം, പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. അപ്പം പല രോഗങ്ങൾക്കും പനി ഒരു ലക്ഷണമാകാം. ഉദാഹരണത്തിന് പകർച്ചവ്യാധികളായ ഡെങ്കി പനി, അല്ലെങ്കിൽ സാധാരണ ജലദോഷപ്പനി, ന്യൂമോണിയ, യൂറിനറി ഇൻഫെക്ഷൻ, ഇതെല്ലാം വ്യത്യസ്ത രോഗങ്ങളാണ്. ഡെങ്കി പനിയും മൂത്രത്തിൽ പഴുപ്പും 2 രോഗങ്ങളാണ്, പക്ഷേ കോമൺ ആയിട്ട് പനി ഉണ്ടാകാം. ഇനി പകർച്ചവ്യാധികളല്ലാത്ത രോഗത്തിനും പനി ഒരു ലക്ഷണമായിരിക്കാം. ഉദാഹരണത്തിന് ക്യാൻസർ, അല്ലെങ്കിൽ വാതം, അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, സർജറി കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ, ഇതിനൊക്കെ ശരീരത്തിൻ്റെ റിയാക്ഷൻ ചൂട് കൂട്ടുക, പനി ഉണ്ടാകുക എന്നുള്ളതാണ്. പാരസെറ്റമോൾ എന്ന മരുന്ന് താൽക്കാലികമായിട്ട് പനി കൊണ്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറച്ച് തരും. അപ്പോൾ ഇപ്പം ഏറ്റവും സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്നത് പനി ഉണ്ടാവും, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചുമ, ജലദോഷ പനി എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഒരുപാട് പകരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പനിയുടെ കാരണം ഒരു വൈറസ് അണുബാധയാകാനാണ് സാധ്യത. കോമൺ ആയിട്ട് നമുക്ക് ഈ കോവിഡ് കാലം കഴിഞ്ഞ സ്ഥിതി കോവിഡ് വൈറസ് ഒരു കോമൺ വൈറസാണ്, അല്ലെങ്കിൽ ഫ്ലൂ, ഇൻഫ്ലുവൻസ, അതിനെപ്പറ്റിയും പലർക്കും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഫ്ലൂ വൈറസ് കൊണ്ടും പനി ഉണ്ടാകാം. അപ്പോൾ പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. താൽക്കാലികമായിട്ട് ശരീരത്തിൻ്റെ പനിയുടെ അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ടുള്ള ഒരു മരുന്നാണ് പാരസെറ്റമോൾ. അപ്പം ഡെങ്കി പനി അതുകൊണ്ട് മാറില്ല, ജലദോഷപ്പനി മാറില്ല. പക്ഷേ അസ്വസ്ഥത കാരണം, ഇപ്പോൾ പനി കൂടുമ്പോഴത്തേക്കും കുട്ടിക്ക് തലവേദന ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, ചില കുട്ടികൾ ഛർദ്ദിക്കും. അപ്പോൾ ഈ അസ്വസ്ഥതകൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ആശ്വാസം നൽകുകയാണെങ്കിൽ കുട്ടി കഴിക്കും, കുറച്ച് ആഹാരം കഴിക്കാനായിട്ടും വെള്ളം കുടിക്കാനായിട്ടും കൂട്ടാക്കും. അങ്ങനെ ക്ഷീണം കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് പാരസെറ്റമോളിൻ്റെ മെയിൻ റീസൺ. രോഗം മാറി പനി മാറണമെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രവർത്തിച്ച് രോഗാണുവിനെ നശിപ്പിക്കണം. അതിനുള്ള യൂഷ്വൽ ടൈം 3 days, ചിലപ്പോൾ അത് 5 ദിവസം വേണ്ടി വന്നേക്കാം, 7 ദിവസം വേണ്ടി വന്നേക്കാം. അപ്പോൾ ആശങ്ക, നമുക്ക് പനി വന്നു, ഒരു പകർച്ചവ്യാധിയായിട്ടുള്ള ഒരു അണുബാധ ഉണ്ടായിട്ടുണ്ടാവാൻ കുട്ടിക്ക് ആശങ്ക തന്നെയാണ്. പക്ഷേ റിയലായിട്ടുള്ള നമ്മൾ ഡോക്ടറെ സമീപിക്കണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം എന്നുള്ള ലക്ഷണങ്ങൾ പനിയുടെ കൂടെ കുഞ്ഞൊന്നും കുടിക്കുന്നില്ല, കഴിക്കുന്നില്ല എങ്കിൽ ഡീഹൈഡ്രേഷനും ടയേർഡ്നെസ്സും ഭയങ്കരമായിട്ട് വർദ്ധിക്കും, ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കില്ല, രോഗം മൂർച്ഛിക്കും.
രണ്ടാമത്തെ കാര്യം, പനി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞ് ഛർദ്ദിച്ചേക്കാം. ഇപ്പോൾ ഒന്നാമതേ കുറച്ചേ കഴിക്കുന്നുള്ളൂ, കുടിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഛർദ്ദിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ക്ഷീണം വളരെ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ശ്വാസമുട്ടലുണ്ട്, കുട്ടി ടയേർഡാണ്, ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, മൂത്രത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്. ഇതൊക്കെ ആശങ്കയുടെ ലക്ഷണങ്ങളാണ്. എലോങ് വിത്ത് ഫീവർ, ടയേർഡ്നെസ് ഉണ്ട്, നോട്ട് ടേക്കിംഗ് ഊർലിയാണ്, യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നുണ്ട്, സംസാരിക്കുന്ന ഇടപഴകുന്നത് റെസ്പോൺസീവ്നെസ് കുറയുന്നുണ്ട്, ഉറങ്ങി പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ എത്ര ദിവസം എന്നുള്ളതല്ല, പനി കഠിനമാണ്, ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെയുള്ള സംശയമാണ്, എപ്പോഴാണ് നമ്മൾ പനിക്ക് പ്രതിവിധിയായി ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതെന്ന് പലരും സംശയിക്കുന്നുണ്ട്. തന്നെ വാങ്ങി കൊടുക്കാമോ, ഡോക്ടറെ കണ്ടിട്ട് കൊടുക്കാമോ, ഇനി ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ കുറയുള്ളൂ? ഇത് ഏത് സാഹചര്യത്തിലാണ് നമ്മളിത് ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ പനി കുറയുള്ളൂ എന്ന് ആശങ്കപ്പെടേണ്ടതുള്ളത്? വളരെ കോമൺ ആയിട്ടുള്ളൊരു ധാരണയാണ് പനി എന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിക്കേണ്ടത് ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ടാണെന്ന്. പനി ഞാൻ പറഞ്ഞു നേരത്തെ വൈറസ് അണുബാധ കൊണ്ടായിരിക്കാം. മറ്റൊരു വിഭാഗം അണുക്കളാണ് ബാക്ടീരിയ അണുക്കളെ കൊല്ലുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പം ഏതെങ്കിലും ഒരു തവണ പനി, ചുമ, തൊണ്ടവേദന വന്നപ്പോഴേക്കും തൊണ്ട പഴുത്തിട്ടുണ്ടാവാം, അത് ടോൺസിലൈറ്റിസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു കാണും. അത് കഴിച്ച് പനി കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അടുത്ത പനി ടോൺസിലൈറ്റിസ് ആകണമെന്നില്ല. തൊണ്ടവേദനയാണെങ്കിലും കോവിഡിന് വരാം, മറ്റ് വൈറൽ ഇൻഫെക്ഷൻസിന് വരാം. അപ്പോൾ ഏതൊരു പനിയും കുട്ടിക്ക് നേരത്തെ നമ്മൾ ഡേഞ്ചർ സൈൻസ് പറഞ്ഞു അല്ലേ, ടയേർഡ്നെസ്, നോട്ട് ഡ്രിങ്കിങ്, ക്ഷീണം കൂടുന്നു, മൂത്രം കുറയുന്നു, ഉറങ്ങി പോകുന്നു, അങ്ങനത്തെ തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഏത് അസുഖമാണെങ്കിലും നമ്മൾ ഡോക്ടറെ സമീപിക്കണം. അല്ലാത്ത പക്ഷം ഒരു 3 to 5 days വെയിറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി ആൻറ്റിബയോട്ടിക്സ് വൈറൽ ഇൻഫെക്ഷൻസിന് സഹായിക്കില്ല. ആൻറ്റിബയോട്ടിക്സിന് മറ്റെന്ത് ദോഷമാണുള്ളത്? നമ്മളുടെ സഹജീവികളായിട്ട് കോടാനുകോടി അണുക്കൾ, ബാക്ടീരിയയും ഈസ്റ്റും ഫംഗസും നമ്മളുടെ തൊലിപ്പുറത്തും നമ്മളുടെ കുടലിലും നമ്മളുടെ വായിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു കവചം പോലെ മറ്റ് സീരിയസ് ഇൻഫെക്ഷൻസ്, മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കളെ തടയുന്നതാണ് ഈ ഒരു കവചം. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമ്മളിപ്പം തൊണ്ടയിലുള്ള പഴുപ്പ് അല്ലെങ്കിൽ ലങ്സിലുള്ളൊരു ഇൻഫെക്ഷനാണ് കൊടുക്കുന്നത് എങ്കിലും ഈ കവചത്തിനെ കൂടി നശിപ്പിച്ച് കളയും. എല്ലാ ബാക്ടീരിയയും കിൽഡ് എന്ന് വെച്ചാൽ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ശരീരത്തിൽ വ്യാപിക്കുകയാണ് അടിമുടി. കുടലിലുള്ള ബാക്ടീരിയയും ചത്തുവും സ്കിന്നിലുള്ളതും ചത്തുവും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരു ബോഡി ഒരു പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. ഏത് വലിയ വീര്യമല്ലാത്ത അണുക്കൾക്കും ഇപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്തൊരു ഫ്രഷ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഇറ്റ് ഇസ് സെഡ് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 to 4 months എടുക്കും ഈ അണുക്കളൊക്കെ തിരിച്ച് വളർന്നു വരാനായിട്ട്. ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തിട്ട് 3 months എങ്കിലും എടുക്കും. അപ്പോൾ ആ ഒരു 3 months നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഘടകമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് വെച്ച് നശിപ്പിച്ച് കളയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 2-3 മാസത്തിലൊരിക്കൽ പ്ലേ സ്കൂളൊക്കെ തുടങ്ങുന്ന പ്രായത്തിൽ ഇൻഫെക്ഷൻസും ഫീവറും വരും. ഓരോ തവണയും നമ്മൾ പനിക്ക് ബാക്ടീരിയ കൊല്ലാം എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി, ഈ ഘടകം ഹെൽപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ആൻറ്റിബയോട്ടിക്സ് വേണം. എങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഡോക്ടർ നിർണ്ണയിച്ചിട്ടുള്ള, ഇപ്പോൾ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ശരിക്കും ന്യൂമോണിയ, ശ്വാസമുട്ട്, കുഞ്ഞിനെ കിതയ്ക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ ടയേർഡ്നെസ് ഉണ്ട്, ഒന്നും കഴിക്കുന്നില്ല, അപ്പോൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ നെഞ്ചിൽ പരിശോധനയിൽ കഫമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ന്യൂമോണിയയുടെ തുടക്കമായിരിക്കാം. മൂത്രം ഒഴിക്കുമ്പോൾ വേദനയുണ്ട്, അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് ആൻറ്റിബയോട്ടിക്സ് വേണം. അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതിനും നമ്മൾ ഡിസൈഡ് ചെയ്തു ബാക്ടീരിയ ഇൻഫെക്ഷനാണ്, ആൻറ്റിബയോട്ടിക്സ് വേണം എങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള അത്രയും കാലയളവിൽ വേണം. യൂറിനറി ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യുന്നത് 7 to 10 days ആണ്. ടോൺസിലൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത് 7 to 10 days ആണ്. പക്ഷേ ന്യൂമോണിയ, ചെറിയ കഫക്കെട്ടൊക്കെ ആണെങ്കിൽ 5 days മതിയായിരിക്കും. ചെറിയൊരു സ്കിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ ചിലപ്പം 3 days മതിയായിരിക്കും. ചില ആൻറ്റിബയോട്ടിക്സ് 3 to 5 days ആണ്, ചില ആൻറ്റിബയോട്ടിക്സ് ലോങ്ങർ ഡ്യൂറേഷനുണ്ട്. അപ്പോൾ രോഗം കണ്ടു കഴിയുമ്പോഴത്തേക്കും പേരൻസിന് പിന്നെ കൊടുക്കാൻ താല്പര്യമല്ല. ഡോക്ടർ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്തു എങ്കിലും ഈ രോഗലക്ഷണങ്ങൾ മാറുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രവണതയും ഉണ്ടാകും. മാറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ശരിയായ രീതി എന്താണ്, അത് എത്ര നാൾ വരെ തുടരണമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയാം. അതിൻ്റെ അകത്ത് നമ്മൾ എന്തിനാണ് ആൻറ്റിബയോട്ടിക് തുടങ്ങുന്നതെന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ടോൺസിലൈറ്റിസ്, അതൊരു സർഫസിലുള്ള, നമ്മുടെ ടോൺസിൽ എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ പുറയിലുള്ള 2 ഗ്ലാൻഡാണ്. അപ്പോൾ അവിടെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എത്തിക്കുന്നതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ലോങ്ങർ ടൈം വേണം. ഫോർ എക്സാമ്പിൾ ഒരു 7 days എങ്കിലും നമ്മൾ ടോൺസിലൈറ്റിസ് ആണ്, ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 days എങ്കിലും ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം. അപ്പോൾ അത് 2 times കൊടുക്കണം. ഇതെല്ലാം തന്നെയും കുറച്ച് ബിറ്ററാണ്. എല്ലാ ആൻറ്റിബയോട്ടിക്സും കുറച്ച് വിശപ്പില്ലായ്മയും ഉണ്ടാക്കും. അപ്പോൾ അമ്മ നോക്കുമ്പോൾ ഫീഡ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്, വിശപ്പും ഇല്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പനിയും മാറി, തൊണ്ടവേദനയും മാറി എന്നുണ്ടെങ്കിൽ അങ്ങ് നിർത്താം. 3 days ആയല്ലോ, നേരത്തെ തന്നത് 5 daysനാണല്ലോ, അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിമച്യൂറായിട്ട് മുന്നേ കൂട്ടി നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 80% അണുക്കൾ ചത്തിട്ടുണ്ടാവും, ബാക്കി 20 അവിടെ ഉണ്ടാവും. അപ്പോൾ അത് സ്ലോലി തിരിച്ച് വളർന്ന് 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി വരും.
പിന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല, ഇനി പഴയതിൻ്റെത് തുടർച്ചയാണോ, പുതിയത് വന്നതാണോ, ഇനി എത്ര നാൾ ചികിത്സിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൊണ്ട് കുറേ നമ്മുടെ കവചം കൂടിയും നശിച്ചു പോയി. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് ഇനി വളരാനായിട്ട് ഓപ്പൺ ഫീൽഡാണ്. അപ്പോൾ സെക്കൻഡ് ഇൻഫെക്ഷൻ യൂഷ്വലി ഒരു സെക്കൻഡ് ഫീവർ വിത്തിൻ 14 days വരുന്നത് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മളെന്ന് വെച്ചാൽ ഒരു റിക്കവറി പീരിയഡ് ജനറലി 2 weeks ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സെക്കൻഡ് ഇൻഫെക്ഷനും ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് പറയുന്നത് അത്രയും തന്നെ അത് ലക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ ആ അണുവിൻ്റെ കൊല്ലാനായിട്ടുള്ളൊരു ഡ്യൂറേഷനുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ പലരുടെ സംശയമാണ്, പനി മാറി ജലദോഷം തുടരുന്നു, ചുമ തുടരുന്നു. അപ്പോൾ ചുമയ്ക്കുള്ള മരുന്നിനെ പറ്റി പക്ഷേ കുറേ ആശങ്കകളും ഉണ്ട് നമ്മൾ ഈ ന്യൂസിലൊക്കെ കേട്ടിട്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ചുമയ്ക്കുള്ള മരുന്ന് തുടരണോ, കൊടുക്കാമോ, എന്താണ് ഇതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, നമുക്ക് ഒരു പനി ചുമയും തുടങ്ങുന്നു, അപ്പോൾ പനി വരുന്നു, ചുമ തുടങ്ങുന്നു, പിന്നെ പനി മാറുന്നു, ഒരു 5 days നമ്മൾ പറഞ്ഞു യൂഷ്വൽ വൈറൽ ഇൻഫെക്ഷൻ മാറുന്നു, പക്ഷേ കോഫ് പെർസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു അനദർ ഉദാഹരണം പറയുകയാണെങ്കിൽ, പിച്ചാത്തി കൊണ്ടു കൈ മുറിഞ്ഞു, ഓക്കെ, ദ ഫീവർ സ്റ്റാർട്ടഡ് ആൻഡ് ദ കോഫ് സ്റ്റാർട്ടഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ചുമ വരുന്നത്? ഒരു വൈറസ് ഇൻഫെക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രതിരോധ ശേഷി വെച്ച് വൈറസിനെ നശിപ്പിക്കുമ്പോഴത്തേക്കും പനി മാറുന്നു. പക്ഷേ ആ സമയം കൊണ്ട്, ആ 4-5 ദിവസം കൊണ്ട് വൈറസ് മൂക്കിലും തൊണ്ടയിലും ലങ്സിലും കുറേ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ശരീരത്തിൻ്റെ ഇനിയുള്ള ജോലിയാണ് ആ ഡാമേജ് ഉള്ള സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി പുതിയ ലൈനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പിച്ചാത്തി കൊണ്ടു കൈ മുറിഞ്ഞു, പിച്ചാത്തി കൊള്ളാൻ 2 seconds, മുറിഞ്ഞ കൈ എന്ത് സംഭവിക്കുന്നു? മുറിവായിട്ട് തന്നെ ഇരിക്കുന്നു അവിടെ. അത് ഉണങ്ങാനായിട്ട് നമുക്ക് നിസാര മുറിവാണെങ്കിൽ 4-5 ദിവസത്തിൽ മാറുമായിരിക്കും. പക്ഷേ എല്ല് വരെ മുട്ടിയിട്ടുണ്ടെങ്കിലോ 6 weeks ആണ്. അപ്പോൾ ആ ഒരു ടൈം ഫോർ ഹീലിംഗ്, ആ ഒരു വന്ന ഡാമേജ് മാറ്റാനായിട്ട് ശരീരത്തിന് ഹീൽ ചെയ്യാനായിട്ടുള്ള ടൈമിനൊരു കുറവ് വരുന്നില്ല. ഇപ്പോൾ ചുമയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചുമ ആദ്യത്തെ ഒരു 2-3 ദിവസം കൂടുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു ഡ്രൈ കോഫ് ആയിരിക്കും, അതൊരു കുറച്ച് കഫം പോലെയാവുന്നത്. അതേപോലെ തന്നെ 3-4 ദിവസം നിൽക്കുന്നു, അപ്പോൾ തന്നെ 7 ദിവസമായി. സെക്കൻഡ് വീക്കിലാണ് പതുക്കെ അത് കുറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം വെള്ള കഫമായിരിക്കും, പിന്നെ അത് മഞ്ഞയാവും, അത് പിന്നെയും വെള്ളയാവും, വാട്ടർ ചെയ്യാവും, അത് നിൽക്കും. അപ്പോൾ സാധാരണ കാലയളവ് 14 days ആണ്. പക്ഷേ ഒരു 7 days 8 days ആകുമ്പോൾ തന്നെ കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് രക്ഷിതാക്കൾക്ക് മനസ്സിലാവും. പക്ഷേ കഫത്തോടു കൂടിയുള്ള ചുമ രാത്രിയിൽ ചുമയ്ക്കുന്നു. ജനറലി ചുമ രാത്രിയിൽ കൂടും പല കാരണങ്ങൾ കൊണ്ട്. ഒരു കൊച്ചു കാരണം പറഞ്ഞു തരാം. കിടക്കുമ്പോഴത്തേക്കും നേരെ നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ കാറ്റ് മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങും, മൂക്ക് ഡ്രൈ ആവും, മൂക്ക് അടയും. അപ്പോൾ കുഞ്ഞ് വായ കൊണ്ട് ശ്വസിക്കാൻ തുടങ്ങും. മൗത്ത് ബ്രീത്തിങ് വരുമ്പോൾ തൊണ്ട ഉണങ്ങും. വെറും തൊണ്ട ഉണങ്ങുന്നതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് കോഫ് കൂടും. പക്ഷേ പേരൻറ്റിനും കുറച്ച് റെസ്റ്റ് വേണ്ടേ? പകൽ സമയത്ത് കുഞ്ഞ് ചുമയ്ക്കുന്നു, ബാക്കി സൗണ്ട്സൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെ നോട്ടീസ് ചെയ്യുള്ളൂ. പക്ഷേ രാത്രിയിലുള്ള ചുമ വളരെ 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 ഡിഫിക്കൽട്ടാണ് പേരൻറ്റിന് ഉൾക്കൊള്ളാനായിട്ട്. അപ്പോൾ കുട്ടിക്ക് വയ്യ. പക്ഷേ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ചോദിക്കുകയാണെങ്കിൽ 4 ദിവസം മുമ്പ് ചുമച്ചതിനെയും കാട്ടിയും പകുതിയോളം രോഗം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുറഞ്ഞു വരുന്ന ചുമ 7 days നല്ലോണം ചുമ കാണുമായിരിക്കും. അപ്പോഴുള്ള ഡേഞ്ചർ സൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ടയേർഡ്നെസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കഴിക്കുന്നില്ല, അങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഏത് ദിവസം അസുഖം തുടങ്ങിയിട്ട് എത്ര ദിവസമാണെങ്കിലും ഡോക്ടറെ സമീപിക്കും. ഇല്ലാത്ത പക്ഷം ചുമയും കഫവും മാത്രമാണ് പ്രോബ്ലം, പനിയും ഇല്ല, ക്ഷീണവും ഇല്ല, ശ്വാസമുട്ടലും ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു 14 days വെയിറ്റ് ചെയ്യാം. 14 days കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും 14 days ആയിട്ടും കുറയാത്ത ചുമയാണ്. 14 days കുറഞ്ഞു വരികയാണെങ്കിൽ വി വെയിറ്റ് അനദർ വീക്ക്. പക്ഷേ ഒട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് രോഗങ്ങളെ കൂടി, നമ്മുടെ നാട്ടിലുള്ളതാണ് TB, ക്ഷയം ഒരു രോഗമാണ്. അലർജീസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ടാവാൻ കുട്ടിക്ക്. ഇപ്പോൾ എപ്പോഴും അണുബാധ തന്നെ വേണമെന്നില്ല. എയറിലുണ്ടാകുന്ന ഡസ്റ്റും പോളനും സ്മോക്കും ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഫെക്ഷൻ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയൊക്കെ കുറച്ച് ഡാമേജ്ഡാണ്, അപ്പോൾ അവിടെ കുറച്ചും കൂടി ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ ഒരു റിക്കവറിങ് ഇൽനെസ് ആണെങ്കിൽ വി ക്യാൻ വെയിറ്റ് ഫോർ 14 days. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡോക്ടറെ സമീപിക്കണം. 14 days ഇമ്പ്രൂവ് ചെയ്യാത്ത ചുമ ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ ഉള്ളൊരു സ്വാഭാവികമായ സംശയം, ഈ ബോഡിയുടെ ഹീലിംഗ് പ്രോസസ്സ് തനിയെ തന്നെ നടക്കുമോ? നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണോ? അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ ഈ കഫ് സിറപ്പ് കൊടുക്കുന്നത്? കഫ് സിറപ്പ് കൊടുക്കാമോ? അതിനെന്താണ് ഉത്തരം? ചുമ നമ്മൾ പറഞ്ഞു രാത്രിയിൽ കൂടും. അതിൻ്റെ ഒരു കാരണം മൂക്കടപ്പായിരിക്കാം. വേറൊരു കാരണം വെച്ചാൽ മൂക്കൊലി, നമ്മൾ കുട്ടി ഇരിക്കുമ്പോഴത്തേക്ക് മൂക്ക് മുന്നോട്ട് ഒലിക്കുന്നു, അത് കിടക്കുമ്പോഴത്തേക്ക് മൂക്കിൻ്റെ പുറകിലേക്ക് തൊണ്ടയിലേക്ക് ഒലിക്കും. അപ്പോൾ അതും ത്രോട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് ഇറ്റിറ്റ് വീഴുന്ന മൂക്കളെ തൊണ്ടയിൽ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നാണ് അതിന് പറയുന്നത്, മൂക്കിൻ്റെ പുറകിലേക്ക് ഡ്രിപ്പ് ചെയ്യുന്നത്, അതും ചുമയുണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ ഡ്രൈനസ് ത്രോട്ടിലുണ്ടാകുന്ന പോലെ ഡ്രൈനസ് ലങ്സിലും ഉണ്ടാകും. അപ്പോൾ എയർ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോഴത്തേക്കും കോഫ് ഉണ്ടാകും. ഇതൊന്നും തന്നെ നമുക്ക് ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്നതല്ല. ഇത് അതിൻ്റെ സമയമെടുത്ത് ആ മൂക്ക് ഹീൽ ചെയ്യുക, തൊണ്ട ഹീൽ ചെയ്യുക, ലങ്സ് ഹീൽ ചെയ്യുമ്പം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് വേണ്ടത് ന്യൂട്രീഷൻ. പുതിയ ടിഷ്യൂ ഉണ്ടാക്കി നോർമലാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കണം.
നമ്മൾ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, അലർജി. അപ്പം അലർജി എന്ന് പറയുന്ന അമിതമായിട്ടുള്ളൊരു റിയാക്ഷനാണ് എയറിലുള്ള പല ട്രിഗേഴ്സിനും. അത് നമുക്ക് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം മിക്കവാറും കോഫ് സിറപ്പുകളിലെല്ലാം തന്നെയും അലർജിക്കുള്ളൊരു മരുന്ന് ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തത് കോഫ് നമുക്ക് സപ്രസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെയുള്ള നെർവ്സിനെ ഉറക്കിക്കളയാം എന്നുണ്ടെങ്കിൽ ചുമ നിൽക്കും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഫം ക്ലിയർ ചെയ്യാനായിട്ടാണ്, മൂക്കിൻ്റെ പുറകിൽ നിന്ന് വീഴുന്ന കഫം ക്ലിയർ ചെയ്യാനായിട്ടാണ് കുഞ്ഞ് ചുമയ്ക്കുന്നതെങ്കിൽ ആ കഫം അവിടെ കെട്ടാൻ തുടങ്ങും. അപ്പം രോഗം മൂർച്ഛിക്കാം. അപ്പം കഫം കെട്ടുന്നില്ല എന്നുള്ളൊരവസരത്തിൽ ഒരു ഡ്രൈ കോഫ് 2 വീക്സിൻ്റെ മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഫ് സിറപ്സ് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. മെയിനായിട്ട് അത് ആക്ട് ചെയ്യുന്നത് കുറച്ച് ഉറക്കം വരും എന്നുള്ളതാണ്. എല്ലാ ശാന്തമാക്കുന്ന മരുന്നുകൾക്കും, ബീറ്റ് ഇവിടെ തൊണ്ട ശാന്തമാക്കിയാലും കുറച്ച് ബ്രെയിനിലും കൂടെ ആക്ഷനുള്ള മരുന്നുകളാണ് ഭൂരിഭാഗം കോഫ് സിറപ്സ്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്കൊരു ചെറിയൊരു സെഡേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കോഫ് സിറപ്പിന്. ഓവർ ഡോസിൻ്റെ സീരിയസ് ആയിട്ട് സൈഡ് ഇഫക്ട്സ്, ഇപ്പം കോഫ് സിറപ്പൊക്കെ കുട്ടിയുടെ കൈ കിട്ടി അറിയാതെ കൂടുതൽ കുടിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കാം. പേരൻ്റ് അറിയാതെ കൂടുതൽ കൊടുത്താലും ഒക്കെ. അപ്പം ഇതിനൊരു കൊച്ചു ഹാബിറ്റ് ഫോമിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 വീക്സ് വരെ കോഫ് ഉണ്ടാകാം. അപ്പോൾ 2 വീക്സും മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ഫോമിംഗ് മരുന്നുകളും ചില കോഫ് സിറപ്സിലുണ്ട്. അതുകൊണ്ട് യങ് ബേബീസിന് ജനറലി കഫം അവർ ചുമച്ച് ക്ലിയറാക്കി അവർ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. പേരൻറ്റിൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ചുമച്ച് തുപ്പുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അത്രയും ശക്തിയായിട്ട് ട്യൂബ്സ് നിന്ന് വായ വരെ കഫം കൊണ്ടുവരാനുള്ള എയർ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. അവർ ത്രോട്ട് വരെ കൊണ്ടുവരും. അത് സ്വോളോ ചെയ്താൽ അത് വിഴുങ്ങിയാൽ വയറ്റിൽ പോയി ദഹിച്ചു പോകും. അപ്പോൾ അത് പിന്നെ ഒരു വിഷയമല്ല. നമ്മൾ തിരിച്ച് വിഴുങ്ങുന്നത് ലങ്സിലോട്ടല്ല പോകുന്നത്, ശ്വാസകോശത്തിലേക്കല്ല പോകുന്നത്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കോഫ് ചുമച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഓർക്കും. അപ്പോൾ കോഫ് സിറപ്സ് യങ് ചിൽഡ്രൻ, പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെക്കമെൻഡേ അല്ല. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, നമുക്ക് ന്യൂട്രീഷനാണ് ബോഡി ഇത് ഹീൽ ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ പലരുടെയും ആശങ്ക പനി മാറി പക്ഷേ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഈ കുട്ടി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് തുടങ്ങുമോ? എങ്ങനെയാണ് ഈ ന്യൂട്രീഷൻ ബാലൻസ് എങ്ങനെ സാധ്യമാക്കാം? ജനറലി പനി വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു വിശപ്പില്ലായ്മ കാണും, എല്ലാ കുട്ടികൾക്കും കാണും. അപ്പോൾ ഒരു 5 ദിവസം 7 ദിവസത്തിനകത്തൊക്കെ വിശപ്പ് തിരിച്ചു വന്ന് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ്, ഇപ്പം ധാന്യങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ്, എഗ്ഗ്, എല്ലാ ദിവസവും ഒരു മുട്ട കൊടുക്കുന്നത് നല്ലതാണ്, മീറ്റ്, ഫിഷ്, ഇതെല്ലാം നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഡേയ്സിൻ്റെ അകത്ത് നമുക്കൊരു പഴയ ഡയറ്റിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ വേറെ ഡെഫിഷ്യൻസീസ് ഒന്നും വരേണ്ട കാര്യമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 14 ഡേയ്സ് അതിന് കൂടുതൽ നിൽക്കാൻ, അങ്ങനെ ഭക്ഷണം നേരെ കഴിക്കുന്നില്ല, എപ്പോഴും ഭയങ്കര പിക്കി ചൂസി ഈറ്റിംഗ് ആണ്. ഇപ്പോൾ റോട്ടിയും ജാമും മാത്രമേ, ചപ്പാത്തിയും ജാമും മാത്രമേ കഴിക്കൂ, അല്ലെങ്കിൽ ചോറും തൈരുമേ കഴിക്കൂ, ദോശയും പഞ്ചസാരയും, ഇതൊക്കെ കോമൺ ആയിട്ട് വന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ബാലൻസ്ഡ് വേരീഡ് ഡയറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് വരാം. ഉദാഹരണത്തിന് ഇരുമ്പിൻ്റെ അംശം, അയൺ ഡെഫിഷ്യൻസി വരാം. അയൺ എക്സലൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഗ്രീൻ കളർഡ് എല്ലാ വെജിറ്റബിൾസും നല്ലതാണ്. മീറ്റ് ആൻഡ് ഫിഷ് വെല്ലാനൊന്നുമില്ല അയണ്. പെർട്ടിക്കുലർലി നമ്മുടെ കോമൺ റെഡ് കളർ, ബ്രൗൺ കളറിലുള്ള മീൻ, അയല, കുഴിയാള, ചൂര, എല്ലാ ഫിഷസും എക്സലൻ്റ് ആണ്. ബട്ട് പെർട്ടിക്കുലർലി ഇങ്ങനത്തെ തരം ഫിഷ് എല്ലാ മീറ്റും എക്സലൻ്റ് ആണ്. റെഡ് മീറ്റ് ബെറ്റർ. റെഡ് മീറ്റ് ഞാൻ അയൺ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, റെഡ് മീറ്റ് ബെറ്റർ എന്നുള്ളത്. പിന്നെയുള്ളത് നട്ട്സ് ആൻഡ് ലെഗ്യൂംസ് എല്ലാ പരിപ്പ്, പീസ്, കടലയിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഓഫ് ഫുഡ് കുഞ്ഞിൻ്റെ ഡയറ്റിൽ സ്മോൾ ക്വാണ്ടിറ്റീസിൽ കൊണ്ടുവരാമെങ്കിലും നമുക്ക് അയൺ കറക്റ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഒരു ഡെഫിഷ്യൻസിയാണ് സിങ്ക് പെർട്ടിക്കുലർലി ഹീലിങ്ങിന് വേണ്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും എല്ലാം കുറച്ചേ കഴിക്കുന്നുള്ളൂ. പനി വന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ഇപ്പോൾ ടോൺസിലൈറ്റിസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ, ചെവിയിൽ വേദന, ചെവിയിൽ പഴുപ്പൊലിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരും. അനദർ ഇൻഫെക്ഷൻ കുറച്ച് ദിവസം 10 to 14 days ഒക്കെ ഇയർ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, പസ് ക്ലിയർ ചെയ്യുന്നിടം വരെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കുറച്ച് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിലും തെറ്റില്ല. അയണോ അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ, സിങ്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് നാളല്ല, ഈ ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേ ബി 2 weeks 1 month ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വിശപ്പ് തിരിച്ച് വരും. അപ്പോൾ നമ്മളതൊന്ന് മോണിറ്ററിങ്ങിൽ കീപ്പ് ചെയ്തിരുന്നാൽ മതി. പക്ഷേ ദേ ഷുഡ് കോൾ, തിരിച്ച് വന്നൊന്ന് പറയണം ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു പോഷകാഹാരക്കുറവ്, ഇപ്പോൾ സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ട്, നമ്മളത് കറക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ഇൻഫെക്ഷൻ വരുമ്പം പിന്നെയും കുറച്ചും കൂടെ വിശപ്പ് പോകുന്നു, കുറച്ചും കൂടെ വെയിറ്റ് കുറയും, കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ വിഷ്യസ് സൈക്കിൾ. വെയിറ്റ് കുറയും, ഇമ്മ്യൂണിറ്റി കുറയും, അസുഖം വരും, അസുഖം വന്നാൽ പിന്നെയും ഇത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു കുറച്ച് ഷോർട്ട് കോഴ്സ് ഓഫ് മൾട്ടി വൈറ്റമിൻസ് ഇൻഡിക്കേറ്റഡ് ആയിരിക്കും, വിശപ്പ് തിരിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ. ഡോക്ടർ, ഇത് പറയുമ്പോൾ ഉള്ളൊരു സംശയം, നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് സിങ്കോവിറ്റ് വാങ്ങി കുഞ്ഞിന് കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നത് ആശാസ്യമാണോ? അതൊരു ഡോക്ടറെ കണ്ട് തന്നെ കൊടുക്കുന്നതാണോ നല്ലത്? ഡോക്ടറെ കണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഓവർ ഡോസിങ് എന്നൊരു പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ
കലാകാലങ്ങൾ കൊടുക്കുന്നതിനേയും കാട്ടിയും നമ്മൾ ഇപ്പോൾ ഒരു ഭയങ്കര നമുക്ക് ഒരു വേരിയഡ് ഡയറ്റ് ഇപ്പോഴത്തെ ഒരു തിരക്കേറിയ ജീവിതത്തിൽ ഫീഡിങ് എന്ന് പറയുന്നത് വളരെ പേഷ്യൻ്റായിട്ട് ഭയങ്കര ക്ഷമ വേണ്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 4 വയസ്സുള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈസി. നമുക്ക് ടി വി മൊബൈലും അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കുക, നമ്മൾ വാരി കൊടുക്കുക, എല്ലാം കൂടെ കുഴച്ച് ഒരു ഉണ്ടയാക്കി വാരി കൊടുക്കുക. പക്ഷെ അവർ ആ ഒരു ടെക്സ്ചറും കളറും ടേസ്റ്റും ഒക്കെ അറിഞ്ഞ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യും. ഒരു വെറൈറ്റി നമുക്ക് അതിന് കുറച്ച് പേരൻ്റ് അല്ലെങ്കിൽ കെയർ ഗിവർ ടൈം സ്പെൻഡ് ചെയ്യണം. ടൈമാണ് ഏറ്റവും ഷോർട്ട് സപ്ലൈയിലുള്ള ഒരു കാര്യം. എൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ മൈൻഡ്ഫുൾ ഈറ്റിങ്ങും ടി വി കണ്ടിട്ടുള്ള സ്ക്രീൻ ടൈം വെച്ചുള്ള ഈറ്റിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്? ആസ് എ പീഡിയാട്രീഷ്യൻ ഡോക്ടർക്ക് എന്താ ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതിനുള്ള സമയം ആർക്കും ഇല്ല എന്നുള്ളത്. അത് വളരെ വളരെ എസെൻഷ്യലാണ്. ദ ചൈൽഡ് അവന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക, വിശപ്പ് മാറുമ്പോഴത്തേക്ക് നമ്മളത് മാനിച്ചിട്ട് വേണ്ടാന്ന് വെക്കുക. പക്ഷേ ദാറ്റ് ടേക്സ് ടൈം. ഒരു കുഞ്ഞു കുട്ടി ഭക്ഷണം 2 ഇയർ ഓൾഡിന് നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വിൽ ടേക്ക് ഹാഫ് ആൻ അവർ. നമുക്ക് 10 മിനിറ്റ്സിൽ കൊടുക്കാം മൊബൈൽ ഓൺ ചെയ്തിട്ട് വാരി കൊടുക്കാമെന്നുണ്ടെങ്കിൽ. അല്ലല്ലോ, ആ മോന് എല്ലാം കൂടെ കുഴച്ചാൽ കൊടുക്കുന്നതിന് പകരം സാമ്പാറിലുള്ള മത്തങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയിരിക്കും, ചേമ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെയിരിക്കും എന്നൊക്കെ അവന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ, ഹോൾഡ് ചെയ്യാനായിട്ട് മത്തനും ചേമ്പിനും 2 ഫീലല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഓവർ വെയ്റ്റിൻ്റെ ഒരു വലിയൊരു ഇപ്പോൾ ഒബീസിറ്റി ഒരു എപ്പിഡമിക് പോലെ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ വൺ റീസൺ നമ്മൾ വലിച്ചു വാരി തിന്നുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ ടി വിയിൽ ശ്രദ്ധിച്ച് കഴിക്കുമ്പോൾ എത്ര വേണമെങ്കിലും കഴിക്കുന്നു എന്നുള്ളതാണ്. സോ മൈൻഡ്ഫുൾ ഈറ്റിംഗ് അത് സഡൻലി വൺ ഡേ നമുക്ക് 15 ഇയേഴ്സിൽ തുടങ്ങാൻ ഒക്കില്ല. അതിൻ്റെ ബേസിസൊക്കെ നമുക്ക് 9 മാസത്തിലെ കൊച്ചുമാവയായിരിക്കുമ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അവന് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കും ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം. എപ്പോഴും പറയും ആസ് എ ഫാമിലി കുഞ്ഞു വാവയും നമ്മളുടെ കൂടെ ഇരുത്തി നമ്മൾ കഴിക്കുന്നത് കണ്ട് മോനും കഴിക്കട്ടെ. അപ്പോൾ അവൻ കുറേ തട്ടി താഴെയിടും, അത് നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ പേഷ്യൻസിന് ഒരു ആൻഡ് ടൈം, അതാണ് നമ്മളുടെ ഫീഡിങ്ങിന് ഉള്ളൊരു മെയിൻ ഇത്. പക്ഷേ ഇൻ ദ ലോങ് റൺ ഈ ടി വി കണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഹാം ചെയ്യും. ടി വിയും മൊബൈലും നോക്കി നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഹാം ചെയ്യും. മൈൻഡ്ഫുൾ ഈറ്റിംഗ് നല്ലൊരു ടേം, അത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഡോക്ടർ, അപ്പം നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ തുടർച്ചയായി ചോദിക്കട്ടെ, ഏത് കാലം മുതലാണ് കുട്ടിക്ക് നമ്മൾ സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങേണ്ടത്? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു രീതി എങ്ങനെയാണ്? 6 മന്ത്സ് വരെ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അമ്മയുടെ പാലും പിന്നെ വൈറ്റമിൻ ഡി ഡ്രോപ്സും കൊടുക്കും. നമ്മൾ സൺലൈറ്റിൽ കൊച്ചുവാവുകൾ ഇറങ്ങി നടക്കാത്ത പ്രായത്തിൽ പോകുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ഡ്രോപ്സും എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങാണ് 6 മന്ത്സ്. 6 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ 6 മന്ത്സിലുള്ള 2 പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് കുഞ്ഞിനെ ഇരുത്താൻ ഒക്കും, തല നല്ലതുപോലെ ഉറയ്ക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്താൻ ഒക്കും. രണ്ടാമത് നമ്മളൊരു 4 മാസമുള്ള വാവ അല്ലെങ്കിൽ 5 മാസമുള്ള വാവയുടെ അടുത്ത് സ്പൂൺ കൊണ്ടുപോകണമെങ്കിൽ കുഞ്ഞ് നാക്ക് പുറത്തേക്കിടും. അപ്പോൾ നമ്മൾ ഫുഡ് അകത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ വെളിയിലോട്ട് പോകും. അതിനാണ് ടങ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ആ റിഫ്ലെക്സ് ഡിസപ്പിയർ ചെയ്യുന്നത് അറൗണ്ട് 6 മന്ത്സാണ്. അപ്പോൾ കുഞ്ഞ് സ്പൂൺ വരുമ്പോൾ വാ തുറന്നു തരും. അപ്പോൾ ഫുഡ് അകത്ത് വെച്ചാൽ കഴിക്കാനൊക്കെ. അപ്പോൾ 6 മന്ത്സിലാണ് ഈ 2 ഇരിക്കാനും പ്രാപ്തിയാവും. അവർ സ്വന്തമായിട്ട് ഇരിക്കാനല്ല, തല ഉറയ്ക്കും, നമുക്ക് പിടിച്ചിരുത്താനൊക്കും. പിന്നെ അവർ ഈ ടങ് ത്രസ്റ്റ് മതിയാക്കും നമുക്ക് ഫീഡിങ്. ഇപ്പോൾ യൂഷ്വലി പാല് മാത്രം കുടിച്ചിട്ടുള്ള കുഞ്ഞല്ലേ, കട്ടിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് ആദ്യം കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്യൂറി ആയിട്ടുള്ള നമ്മൾ കുറുക്ക് പോലെ സാധനങ്ങളാണ്. കൂരക കുറുക്കാം, നമുക്ക് ഏത്തപ്പഴം ഉടച്ചെടുക്കാം, നമുക്ക് ചോറും പരിപ്പും എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടി ഇടാം അതിൻ്റെ അകത്ത്. നമുക്ക് ബീൻസോ പയറോ എന്ത് വേണമെങ്കിലും നമുക്ക് പേസ്റ്റായിട്ട് നല്ലോണം ആദ്യം നമുക്ക് നല്ല പേസ്റ്റായിട്ടുള്ള ഫുഡ് വേണം. മേ ബി ഒരു 2 വീക്സ് ഓർ 3 വീക്സ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കർ ഫീഡ്സ് ആക്കണം. ഒരു 8 മന്ത്സ് 7 മന്ത്സ് 8 മന്ത്സ് ഒക്കെ 6 മന്ത്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. 7 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഫോർക്ക് വെച്ച് വേണം നമ്മൾ മാഷ് ചെയ്യാനായിട്ട്. വെൽ കുക്ക്ഡ് ഫുഡ് ഫോർക്ക് വെച്ച് മാഷ് ചെയ്യും. അപ്പോൾ ആ ഫോർക്കിൻ്റെ പിന്നുകളുടെ ആ മുനകളുടെ ഇടയിൽ കൂടെ വരുന്ന സ്ക്വിഷ്ഡായിട്ട് വരുന്ന, അപ്പോൾ കുറച്ച് തരികൾ അതിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് സ്വോളോ ചെയ്യാൻ പഠിക്കില്ല. അവസാനം വരെയും ബോട്ടിൽ ഫീഡ്. ഈ കുറുക്ക് ഒരിക്കലും ബോട്ടിലിൽ നിറയ്ക്കരുത്. നമ്മൾ വെള്ളമാണ് ബോട്ടിലൊന്നും കൊടുക്കണ്ട. ഇൻഫാക്റ്റ് അത് അമ്മയുടെ നിപ്പിളുമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കപ്പിൽ കൊടുക്കേണ്ടത് വെള്ളമാണ്. ബാക്കിയെല്ലാം നമ്മൾ സ്പൂൺ വെച്ച് ഒരു ഹൽവ രൂപത്തിൽ ഉള്ള ഫീഡ്സാണ് നമുക്ക് വേണ്ടത്. തിക്ക് ഫീഡ്സ് വിത്ത് തരി. ബിയോണ്ട് ഒരു 9 മന്ത്സ് വാവ സെൽഫ് ഫീഡിങ്. ഈ ഹോൾഡ് വരും കുഞ്ഞിന് ഒരു 9 മന്ത്സ് ആകുമ്പോൾ. അപ്പം നമ്മൾ പീസോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഇഡലിയോ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കുഞ്ഞിന് ഇങ്ങനെ എടുത്ത് വായിൽ വെക്കാനുള്ള പ്രാപ്തി, അത് പഠിപ്പിച്ചാലേ കുഞ്ഞ് ചെയ്യും. അപ്പോഴും നമ്മൾ ഫോണും എടുത്ത് വെച്ച് കോരി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് ഫോണും നോക്കി ഒരിക്കലും ഫീഡ് ചെയ്യാനായിട്ട് പഠിക്കില്ല. അപ്പോൾ 6 മന്ത്സിലാണ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് വിത്ത് നല്ല സോഫ്റ്റ് മാഷ്ഡ് ഫുഡ്. ആദ്യം കുറച്ച് സെമി സോളിഡ്, ക്വിക്ക്ലി മേക്ക് ഇറ്റ് നല്ല തിക്ക് കുഴമ്പ് രൂപത്തിലാക്കണം. 9 മന്ത്സൊക്കെ ആകുമ്പോഴത്തേക്കും ബേബി പിക്ക് ചെയ്ത് തിന്നാനായിട്ടുള്ള
പ്രാപ്തി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേബി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹംഗ്രി ആയിരിക്കണം. ഇപ്പം നമ്മൾ അമ്മയുടെ പാൽ അല്ലെങ്കിൽ ഫോർമുല ഫീഡ്സ്, ഇഫ് ദ ചൈൽഡ് ഇസ് ഓൺ ഫോർമുല ഫീഡ്സ് ഓർ മദേഴ്സ് മിൽക്ക്. ഇപ്പോൾ 7 മണി വരെ അമ്മിഞ്ഞ കുടിച്ചിട്ട് വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നാൽ അവൻ കഴിക്കില്ല. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ടൈം കൊടുക്കണം, ഒരു 2 hours 3 hours ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. അപ്പോൾ പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബേബി അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ എൻ്റെ മോന് അത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് വന്ന് അങ്ങനെയല്ല, നമ്മളത് പിന്നെയും ഒരു 4-5 days കഴിയുമ്പോൾ പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലും എന്തുമാത്രം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പഴം തന്നെ കേരളത്തിൽ 5 തരമുണ്ട്. ഓരോരോ പഴമാക്കാം. പപ്പായ കൊടുക്കാം, അത് ഒരു മാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പേരയ്ക്ക ഒരു സോഫ്റ്റ് ഒരു പൾപ്പി ഫ്രൂട്ടാണ്. സപ്പോട്ട ഒരു മാങ്ങയുണ്ട്, ആപ്പിളുണ്ട്, പലതരം ഫ്രൂട്ട്സ് ഇല്ലേ. അപ്പം ടേൺ വെച്ചിട്ട് തിരിച്ച് വീണ്ടും പഴം ആദ്യം റിജക്റ്റ് ചെയ്തു എങ്കിലും തിരിച്ച് കൊണ്ടുവരണം. അപ്പോഴത്തേക്കും അത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ സം ചിൽഡ്രൻ ഒരു 5 to 10 times നമ്മൾ റിപ്പീറ്റഡ്ലി കൊടുത്താൽ മാത്രമേ അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളത് കൊണ്ടുവരണം. അഗെയിൻ വി കം ബാക്ക് ടു പേഷ്യൻസ് ആൻഡ് ടൈം. അപ്പം നമ്മൾ പേഷ്യൻ്റായിട്ട് വീണ്ടും വീണ്ടും ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് നമ്മൾ വെജിറ്റേറിയൻ കാര്യങ്ങൾ, ഗ്രെയിൻസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും പൾസസും നമ്മൾ പറഞ്ഞു. പരിപ്പ് ആഡ് ചെയ്യാം. ഏതാണോ കടലക്കറി വയ്ക്കുമ്പോഴത്തേക്കും ആ കടല മാത്രം മാറ്റിയിട്ട് നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കഴിയുന്നതും നമ്മൾ ഉപ്പും പഞ്ചസാരയും ഒഴിവാക്കാനായിട്ട് ആസ് ഫാർ ആസ് പോസിബിൾ. ഇപ്പം ഫാമിലി പോട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോൾട്ട് ഇടുന്നുണ്ടെങ്കിൽ അതായിക്കോ, പക്ഷേ കഴിയുന്നതും ഒഴിവാക്കാനായിട്ട്. ബിക്കോസ് ഓൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനകത്ത് സോൾട്ട് ഉണ്ട്. അതിനൊരു ആഡഡ് നമുക്ക് ന്യൂട്രീഷണലി വേണ്ടുന്ന സോൾട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ വളർന്നു വരുമ്പം അതിന് ഹാമും ഉണ്ട്. അതുകൊണ്ട് ഈ സോൾട്ട്, നമ്മുടെ ചിപ്സിൻ്റെ ടേസ്റ്റ് എന്തോന്നാണ്? സോൾട്ടാണ്. സോൾട്ട് ഇല്ലാത്ത ഫ്രഞ്ച് ഫ്രൈസ് ആര് കഴിക്കും? അപ്പോൾ ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് അമിതമായിട്ട് കഴിക്കുന്നത് സോൾട്ട്. സോ ഡോണ്ട് സ്റ്റാർട്ട് സോൾട്ട്. അതുകൂടാതെ കുഞ്ഞ് കിഡ്നീസ് അപ് ടു 1 year കിഡ്നീസാണ് എക്സ്ട്രാ സോൾട്ട് യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യണം. അപ്പോൾ കുഞ്ഞ് കിഡ്നീസും അങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വൃക്കകളുടെ പക്വത വരുന്നിടം വരെയും നമ്മൾ കൂടുതൽ സോൾട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് നീരൊക്കെ വരാം. അതുകൊണ്ട് ലെസ് ദെൻ 1 year നോ ആഡഡ് സോൾട്ടാണ് ഉത്തമം. സം സോൾട്ട് വിൽ ബി ഓക്കെ. പക്ഷേ പപ്പടമൊക്കെ നല്ല സോൾട്ട് ചെയ്യണം. പപ്പടം ഒന്നും നോട്ട് റെക്കമെൻഡഡ് ആണ്. സെയിം വേ ഷുഗറും ഒരു ഹാബിറ്റ് ഫോമിങ് അഡിക്റ്റീവ് സാധനമാണ്. റിഫൈൻഡ് ഷുഗർ, ഒരുപാട് ഷുഗർ ഇടുന്നത്, ഷുഗറും ഇടും കൽക്കണ്ടും ഇടും. അപ്പോൾ എക്സസീവ് സ്വീറ്റ്നെസ്സിന് ഒരു അഭിരുചി ഉണ്ടാകും കുട്ടിക്ക്. പിന്നെ അത് ടോഫിയും ചോക്ലേറ്റ്സും അങ്ങനത്തെ സാധനങ്ങളോട് എല്ലാം ഒരു അഭിരുചി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഷുഗർ ആൻഡ് സോൾട്ട് പെർട്ടിക്കുലർലി നമ്മൾ ഈ വീനിങ് ഫുഡ് ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഡോക്ടർ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ കുഞ്ഞിന് പല പല രുചികൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ രുചികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രുചിയും നമ്മളുടെ ആപ്പിറ്റൈറ്റും ഒക്കെ പ്ലഷർ സെൻറ്റേഴ്സും ഒക്കെ ബ്രെയിനിൽ ക്ലോസ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ്, ഈവൻ ആ നാക്ക് വെച്ച് പാമ്പിനെ പോലെ എല്ലാം വായിൽ വെക്കും കുഞ്ഞുങ്ങൾ ഇല്ലേ. 1 വയസ്സ് 6 മാസം മുതൽ ഒരു 2 years വരെ എല്ലാ സാധനം ആക്ച്വലി ദേ ആർ ഫീലിംഗ് ഇറ്റ് ആൻഡ് ടേസ്റ്റിംഗ് ഇറ്റ്. അത്രയും ഡെവലപ്മെൻറ്റ് ബ്രെയിനിലോട്ട് സ്റ്റിമുലസ് പോവുകയാണ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുറുക്കാക്കാതെ സെപ്പറേറ്റ് ഇട്ട് ആദ്യം നമുക്ക് വേണമായിരിക്കും. എൻ്റെ ചൈൽഡ് 6 month oldനും 7 month oldനും മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ലെറ്റ് ദം ഫീൽ ആൻഡ് ടേസ്റ്റ് സോ ദാറ്റ് അവർക്ക് ഓരോന്നിൻ്റെയും കളേഴ്സും പല കളേഴ്സ് പഠിക്കും, ടെക്സ്ചേഴ്സ്, സ്മെല്ല് എല്ലാം ഡെവലപ്പ് ചെയ്യും മീൽസ് വഴി. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ക്രീൻ കാണിച്ചു കൊടുക്കരുത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് അല്ലേ മാം? അതുപോലെ തന്നെയാണ് പലരുടെയും സംശയം, ഈ മുട്ട കൊടുക്കാമോ, എപ്പോൾ കൊടുക്കണം, ഈ മഞ്ഞയാണോ വെള്ളയാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനെന്താണ് ഉത്തരം? പണ്ട് നമ്മൾ റീസെൻ്റ്ലി വരെയും നമ്മൾ പറയുമായിരുന്നു മഞ്ഞയാണ് ഫാറ്റ് ലിപ്പിഡ്സ്, വെള്ളയാണ് പ്രോട്ടീൻ. മുട്ട പോലെ ഒരു കംപ്ലീറ്റ് ഫുഡ് വേറെ ഇല്ല. അതിൻ്റെ അകത്ത് ആകെ എനിക്ക് തോന്നുന്നു നമുക്ക് വൈറ്റമിൻ സി, പുളി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇല്ലാത്തത്. ബാക്കി എല്ലാ വൈറ്റമിൻസും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മുട്ടയുടെ കുറച്ച് നാരങ്ങയും കൂടെ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഫുഡ്. 50 ന്യൂട്രിയൻസ് ഉള്ളൊരു കംപ്ലീറ്റ് ഫുഡാണ് മുട്ട എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വൈറ്റ് പാർട്ട് പ്രോട്ടീനും മഞ്ഞ പാർട്ട് ഫാറ്റുമാണ്. ഇത് പണ്ട് നമ്മൾ 9 monthsന് ശേഷം ഫാറ്റ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്രോട്ടീൻ 1 yearന് ശേഷം എന്ന് പറയുമായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് അതിനെയൊക്കെ മാറ്റിക്കഴിഞ്ഞു. യു സ്റ്റാർട്ട് 6 monthsന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുട്ട കൊടുക്കാം. ബോത്ത് വെള്ള ആൻഡ് മഞ്ഞ, പ്രോട്ടീനും കൊടുക്കാം ഫാറ്റും കൊടുക്കാം. കുക്ക് ചെയ്യണം നല്ലവണ്ണം. അപ്പോൾ ഫുള്ളായിട്ട് പുഴുങ്ങിയ മുട്ട നല്ലതാണ്. നമ്മൾ ഈ ഹാർഡ് ബോയിൽഡ് ആണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, ഓംലെറ്റ് ആക്കി എടുക്കാം. അവിടെ എല്ലാം ഈ മഞ്ഞ വെൽ കുക്ക്ഡാണ്. എന്നുവെച്ചാൽ മഞ്ഞ വഴി ഇപ്പം ഇൻഫെക്റ്റഡ് കോഴിയുടെ ആണെങ്കിൽ സാൽമോണല്ല, ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ അൺകുക്ക്ഡ് എഗ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പകുതി വാട്ടിയെടുക്കുക, ബുൾസൈ
അപ്പോൾ ആ മഞ്ഞ ഭാഗം കോൾഡായിട്ട് തന്നെ ഇരിക്കും, ചൂടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരാം എന്നുള്ളതുകൊണ്ട് യങ് ബേബീസ് പെർട്ടിക്കുലർലി നല്ല വെൽ കുക്ക്ഡായിട്ട് തന്നെ എഗ്ഗ് കൊടുക്കാം. 6 monthsന് ശേഷം എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. വെള്ള വൈറ്റാണ് പ്രോട്ടീൻ, നമ്മളുടെ മസിൽസും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ. മഞ്ഞയാണ് ഫാറ്റ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റും വെയിറ്റ് കൂടാനായിട്ടും എല്ലാത്തിനും വേണം. കംപ്ലീറ്റ് ഫുഡാണ് എഗ്ഗ്. പ്രോബബ്ലി ലിറ്റിൽ മോർ ലെമൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഡോക്ടർ, ഈ മുട്ടയെ പോലെ തന്നെ ആശങ്കയുള്ളൊരു കാര്യമാണ് പാല്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റൊരു മൃഗത്തിൻ്റെ പാല് കുടിക്കുന്ന ഏക മൃഗം മനുഷ്യനാണെന്നൊക്കെ. പക്ഷേ അതിന് എതിരഭിപ്രായമുണ്ട്. ഇപ്പോൾ പൂച്ചയ്ക്ക് പശുവും പാല് കൊടുത്താൽ അത് വേണ്ടാന്ന് പറയുമൊന്നുമില്ല, അത് കുടിക്കുമെന്ന് തിരിച്ച് കമൻറ്റും കേട്ടിട്ടുണ്ട്. സോ ഇതൊരു കൺഫ്യൂസിങ് ആണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് നല്ലതാണോ? എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ? ദോഷമില്ല. പാലും ഇറ്റ് ഇസ് നല്ല ന്യൂട്രീഷനുള്ളൊരു ഫുഡ് തന്നെയാണ് പാലും. അതിൻ്റെ അത് പർട്ടിക്കുലർലി കാൽഷ്യം, പ്രോട്ടീൻ മീറ്റ് ചെയ്യാനായിട്ട് യങ് ബേബീസിന് അപ് ടു 2 years മിൽക്ക് നമ്മൾ ന്യൂട്രീഷൻ്റെ ഒരു ഭാഗമായിരിക്കണം. പശുവിൻ പാല് നമുക്ക് വേറെ പാല് കിട്ടാനില്ലല്ലോ. അപ്പം പശുവിൻ പാല് ലെസ് ദാൻ 2 years എനിക്ക് തോന്നുന്നു ഒരു 200 to 400 ml ഓഫ് മിൽക്ക് പെർ ഡേ വേണം. യങ്ങർ ചൈൽഡ് ആണെങ്കിൽ 400, 2 ഗ്ലാസ് കൊടുക്കാം. ഓൾഡർ ചൈൽഡ് 2 years ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 1 glass മിൽക്ക് ഡേ. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അതിപ്പോൾ കുഞ്ഞിന് പാൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തൈരാക്കി കൊടുക്കുന്നതിനും കുഴപ്പമില്ല, പനീറായിട്ട് കൊടുക്കാം, പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രോട്ടീനും കാൽഷ്യമാണ് നമ്മൾക്ക് മെയിൻ ആയിട്ട് മിൽക്കിൽ നിന്ന് കിട്ടുന്നത്. അതെല്ലാം നമുക്ക് മീറ്റ് ആൻഡ് ഫിഷിൽ നിന്നും കിട്ടും. അപ്പോൾ നമ്മളൊരു മീറ്റ് ആൻഡ് ഫിഷ് നോൺ വെജിറ്റേറിയൻ ഡയറ്റിൻ്റെ അകത്ത് പാല് ഒരു അത്യന്താപേക്ഷിത ഘടകമല്ല. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻവേരിയബിളി നിങ്ങൾ കൊടുത്തേ മതിയാവുന്നല്ലേ, റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ പാല് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ പൊടി കഴിക്കുന്നതായിരിക്കും നല്ലത്. ദർ ഇസ് നോ എഗ്ഗും ഇല്ല, ഫിഷും ഇല്ല, മീറ്റും ഇല്ല, ഇല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും പ്രോട്ടീൻ സോഴ്സിന് വേണ്ടിയിട്ട്. ഇനി പ്രോട്ടീൻ പാല് നമ്മൾ ഓൾഡർ ആകും തോറും പാല് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈംസും നമ്മുടെ ഗട്ടിൽ നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ കുറയും. എന്നാലും അത്രയങ്ങ് എന്ന് വെച്ചാൽ അത്രയും യങ് ബേബി കുടിക്കുന്ന പോലെ പാല് നമ്മൾ കുടിക്കുന്നില്ലല്ലോ, ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പാലിൻ്റെ അകത്ത് പഞ്ചസാര ഇടുകയും വേറെ ചോക്ലേറ്റ് പൊടിയും മിൽക്കിനെ സ്വീറ്റൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കുമാണ് മിൽക്ക് ജങ്ക് ആവുന്നത്. അപ്പം മിൽക്ക് ഷേക്സ് പ്ലെയിൻ മിൽക്കിൻ്റെ അത്രയും ന്യൂട്രീഷ്യസ് അല്ല, അതിൻ്റെ അകത്ത് കുറച്ച് ജങ്കുകളുണ്ട്. നമ്മൾ പാക്ഡ് മിൽക്ക് ഷേക്സ് ആർ വെരി ഡേഞ്ചറസ്. അതിൻ്റെ അകത്ത് കുറച്ച് പ്രിസർവേറ്റീവ്സ് കൂടിയുണ്ട്. പഞ്ചസാരയും പാലും കേടുകൂടാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് വരെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പാക്കിങ്ങിൻ്റെയാണ്, പക്ഷേ രണ്ടാമത്തെ അതിന് സ്റ്റെബിലൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കെമിക്കൽസിൻ്റെ പേര് അതിൻ്റെ അകത്തുണ്ട്. അപ്പം സാധാരണ പാല് പഞ്ചസാര ഇടാതെ കുടിക്കുന്നതിലാണ് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പഞ്ചസാര ഇടുകയും ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഇടുകയും ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ജങ്ക് കയറുന്നുണ്ട്. അപ്പോൾ ആസ് എ ന്യൂട്രീഷ്യസ് ഫുഡ് മിൽക്ക് കഴിക്കുന്നതാണ് നല്ലത്, ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു മിത്താണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല, പാല് കുടിച്ചാൽ അലർജി വരുമെന്നും അത് മാറ്റാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പാലിലിട്ടിട്ട് കാച്ചണമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കൊരു മിത്ത് എന്താണ്? അത് പ്രോബബ്ലി ഒരു മിത്താണ്. അലർജി ടു മിൽക്ക് 2 വിധത്തിലാണ്. ഒന്ന് മിൽക്ക് പ്രോട്ടീൻ അലർജിയും മറ്റേത് ഷുഗർ ലാക്ടോസ് ഇൻടോളറൻസ്. അപ്പം മിൽക്ക് പ്രോട്ടീൻ അലർജി ഒരു അലർജിയാണത്. അപ്പോൾ അതിൻ്റെ കോമൺ സിംറ്റംസ് ചൊറിച്ചിലും റാഷസും ഡയറിയയും വോമിറ്റിങ്ങും ആണ്. കഫം കൂടുവോ പാല് കുടിച്ചാലെന്നുള്ളത് അത് ആക്ച്വലി ലിറ്ററേച്ചറിൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ല. പാല് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആസ്മ കൂടുന്നു. പക്ഷേ അങ്ങനെ നമുക്കൊരു പ്രവണത പേരൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബിയോണ്ട് 2 years ഞാൻ പറഞ്ഞില്ലേ, യു ക്യാൻ ഹാവ് അതർ ഓൾട്ടർനേറ്റീവ്സ് ടു മിൽക്ക്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പാല് ഒരു ദോഷം ചെയ്യുന്ന ഒരു സാധനമാണെന്ന് ആ ഒരു പെർട്ടിക്കുലർ ചൈൽഡിനെ ഒഴിവാക്കാം, പാരൻറ്റിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ അത് ഒഴിവാക്കുമ്പോഴത്തേക്കും ഇഫ് യുവർ മിൽക്ക് ഒഴിവാക്കുകയാണെങ്കിൽ തൈര് ഒഴിവാക്കണം, പനീറും ഒഴിവാക്കണം, ബിസ്ക്കറ്റും ഒഴിവാക്കണം, കേക്ക് ഒഴിവാക്കണം, ഐസ്ക്രീം ഒഴിവാക്കണം. അപ്പോൾ കേക്ക് തിന്നാൽ കുഴപ്പമില്ല, ബിസ്ക്കറ്റ് തിന്നാൽ കുഴപ്പമില്ല, പാല് കുടിച്ചാൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിൽ ദർ ഇസ് നോ മീനിങ്. ഇനി മഞ്ഞപ്പൊടി ഇട്ടത് കൊണ്ട് പാലിൻ്റെ അലർജി മാറും, ട്രൂ അലർജി ഒന്നും മാറാനുള്ള സാധ്യതയില്ല. ഇനി ലാക്ടോസ്, പാലിൻ്റെ ഷുഗറിനൊരു ഇൻടോളറൻസ് വരാം. അത് ജന്മനാലേ ആണെന്നുണ്ടെങ്കിൽ, കൺജനിറ്റലാണെന്നുണ്ടെങ്കിൽ അമ്മപ്പാലും ടോളറേറ്റ് ചെയ്യില്ല. ലാക്ടോസ് മിൽക്ക് ഷുഗറാണ്. അപ്പോൾ ഡയറിയ അപ്പോഴേ തുടങ്ങും. അതൊരു ഡിഫറെൻറ്റ്. അപ്പോൾ ലാക്ടോസ് ഫ്രീ, പിന്നെ അമ്മപ്പാൽ നിർത്തേണ്ടി വരൂലേ. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന വയറിളക്കത്തിനെ തുടർന്നാണ്. വയറിളക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈംസ് കുടലുണ്ടാക്കില്ല. അപ്പം ഈ പറയുന്ന മിൽക്ക് കുടിക്കുമ്പോഴത്തേക്കും ഡയറിയ കൂടും. അതിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു 2 weeks, നമ്മൾ നേരത്തെ ഹീലിംഗ് പീരിയഡ് പറഞ്ഞല്ലോ 2 weeks. അപ്പോൾ 2 weeksനപ്പുറം ഡയറിയ പേഴ്സിസ്റ്റ് ചെയ്യുന്ന യങ് ചൈൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ പാല് ഒരു 48 hours 2 ദിവസത്തേക്ക് നിർത്തി നോക്കും ഈ വയറിളക്കം അങ്ങ് മാറുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ലോ ആയിട്ട് വീണ്ടും പശുവും പാല് തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം.
പല കുട്ടികൾക്കും വയറിളക്കം വരുന്നു. അപ്പോൾ ഈ പാരൻസിന് ആശങ്കയുണ്ട്, ഇതിന് ഡോക്ടറെ കാണണം, എന്താണ് ഇതിൻ്റെ പ്രതിവിധി, എന്താണ് കാരണം എന്നൊക്കെ. ഈ കുട്ടികളിൽ വയറിളക്കം കോമൺ ആണോ, അതെപ്പോഴാണ് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാവുന്നത്? വയറിളക്കം ഒരു കോമൺ ഇൽനെസ് ആണ് കുട്ടികളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ജലദോഷം കോമൺ ആണെന്ന് വെച്ചാൽ അവർ അടുത്തിടപഴകുന്നില്ല, എല്ലാവരും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന പ്രായത്തിൽ ലെസ് ദൻ 5 year old ചിൽഡ്രൻ ക്ലോസ് ആയിട്ട് ഇടപഴകുമ്പോഴത്തേക്കും അപ്പോൾ കോമൺ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് വയറിളക്കം ഉണ്ടാകാം. ജലദോഷം, കോവിഡ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പലർക്കും വയറിളക്കം ഉണ്ടായിരുന്നു. സെക്കൻഡ് സിനേറിയോ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ വയറിളക്കം ഉണ്ടാകാം. ഇവരും ഏത് വെള്ളവും കുടിക്കും, ഏത് സാധനവും വായിലിടും, അങ്ങനെ കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ അങ്ങനെ വയറിലേക്ക് കയറുന്ന ഇൻഫെക്ഷൻ വന്നതുകൊണ്ടും അല്ലെങ്കിൽ ദഹനക്കേട് കൊണ്ടും അവർക്ക് വയറിളക്കം വരാം. അപ്പോൾ വയറിളക്കം പിടിക്കുമ്പോൾ നമുക്കുള്ള പ്രധാന ആശങ്ക എന്ന് പറയുന്നത് വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടമാകുകയാണ്. വയറിളക്കത്തിലൂടെ കുട്ടി ഒരുപാട് വെള്ളം നഷ്ടമാകുന്നു ശരീരത്തിൽ. അപ്പോൾ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എത്ര മലം നഷ്ടപ്പെടുന്നുവോ അത്രയും അളവിൽ നമ്മൾ തിരിച്ചു കുടിക്കണം. പ്ലെയിൻ വെള്ളം പോരാ, സോൾട്ടും ഷുഗറും കൂടി ഇട്ട്, ഉപ്പ്, പഞ്ചസാര, ലായനി, നമ്മളുടെ ORS ആണ് ഉത്തമമായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ടാലും കരിക്കും വെള്ളം കൊടുക്കുന്നതും കുറച്ച് നാരങ്ങ വെള്ളത്തിൽ ഒരു 1/4 നാരങ്ങ 200 ml വെള്ളത്തിൽ കലക്കി പിഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ ഷുഗർ, സാധാരണ നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാരയും, ഒരു തവണ 3 വിരൽ വെച്ച് നുള്ളിയെടുക്കുന്ന ഉപ്പ്, 200 ml വെള്ളം, 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു തവണ 3 വിരൽ വെച്ച് നുള്ളിയെടുക്കുന്ന ഉപ്പ്. ഇതാണ് അതിനൊരു ടേസ്റ്റ് വരാനായിട്ടും കുറച്ച് വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു ഹോം അവൈലബിൾ ORS ആണ്. അപ്പോൾ റെഡി ടു യൂസ് ORS നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ പൊടി 200 ml കലക്കാൻ പറ്റും. 200 ml വെള്ളത്തിൽ കലക്കാനുള്ള കൊച്ചു പാക്കറ്റ് ORS നമ്മുടെ മരുന്ന് കടകളിൽ ലഭ്യമാണ്. കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ടാലും കരിക്കും വെള്ളം അതേപടി ഉപയോഗിക്കുന്നതും നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇടുന്നതും എല്ലാം വയറിളക്കത്തിന് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള റീഹൈഡ്രേറ്റിംഗ് ഫ്ലൂയിഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് കൊടുക്കണമെന്നില്ല, വെയിറ്റ് അനുസരിച്ച് എനിക്കൊന്നൊരു 10 കിലോ ഉള്ളൊരു കുട്ടിക്ക് 1/4 ഗ്ലാസ് 50 ml മതി 1 മണിക്കൂർ കൊണ്ട് കുടിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ മലം പോയി എന്ന് പറയുമ്പോഴത്തേക്കും പേരൻറ്റിന് 2 ഗ്ലാസ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ കുഞ്ഞ് ഛർദ്ദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ml ഒരു വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു 1/4 ഗ്ലാസ് 1 മണിക്കൂറിൽ പതുക്കെ 1 സ്പൂൺ കൊടുത്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും 1 സ്പൂൺ കൊടുത്ത് അങ്ങനെ ക്ഷമയോടുകൂടി നമുക്ക് കൊടുക്കാമെങ്കിൽ ഈ പറയുന്ന വെള്ളം, നഷ്ടപ്പെടുന്ന വെള്ളം നമുക്ക് തിരിച്ച് കുഞ്ഞിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തിരിച്ച് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞ് കുടിച്ചില്ലെങ്കിലോ അവിടെ ആശങ്കയാണ്. അപ്പം മരം പോയിക്കൊണ്ടിരിക്കുന്നു, കുഞ്ഞ് ടയേർഡാവുന്നു, നോട്ട് ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ആർത്തിയോട് കൂടി കുടിച്ച് ഛർദ്ദിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് സ്ലോ ആക്കണം. എത്ര ആർത്തി കാണിച്ചാലും നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് തന്നെ പതുക്കെ കുടിക്കണം. അതും ഛർദ്ദിക്കുകയാണെങ്കിലോ അവിടെയും നമ്മുടെ നമ്പർ 2 ആശങ്ക, റിപ്പീറ്റഡ് വോമിറ്റിംഗ്. ഒന്ന് കുടിക്കുന്നില്ല, രണ്ടാമത്തെ റിപ്പീറ്റഡ് വോമിറ്റിംഗ്, മൂന്നാമത്തത് ടയേർഡ്, കുട്ടി അങ്ങ് ഉറങ്ങി പോകുന്നു. ഇങ്ങനത്തെ ടയേർഡ്നെസ്സിൻ്റെ ലക്ഷണങ്ങൾ, കുടിക്കുന്നില്ല, യൂറിൻ വരുന്നില്ല, 6 hours-ആയി 7 hours-ആയി യൂറിൻ വരുന്നില്ല എങ്കിൽ നിർജ്ജലീകരണം സീരിയസ് ആണ്, നമുക്ക് ആശുപത്രിയിലേക്ക് പോകണം. വേണമെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കുടിപ്പിച്ച് നോക്കിയിട്ട് കുടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഞരമ്പിൽ കൂടെ നമുക്ക് ഡ്രിപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാകും. പിന്നെയുള്ളൊരു കാര്യം, മലത്തിൽ രക്തമായിട്ട് കാണുകയാണെങ്കിലും ഒരു മുറിവുണ്ടല്ലോ കുടലിലെവിടെയോ, അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് വേണം, നമ്മൾ ഡോക്ടറെ സമീപിക്കണം. വയറ് പെരുകിയിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മോർ ദാൻ 2 weeks, നമ്മൾ ഹീലിംഗ് പറഞ്ഞല്ലോ 2 weeks, അപ്പോൾ 2 weeks കഴിഞ്ഞിട്ടും ഈ വയറിളക്കം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എങ്കിലും നമ്മളുടെ പഴയ പറഞ്ഞതുപോലെ എന്തെങ്കിലും പോഷകാഹാരക്കുറവ്, സിങ്ക് സപ്ലിമെൻറ്റ് ചെയ്യണോ, വൈറ്റമിൻ സപ്ലിമെൻറ്റ് ചെയ്യണോ, ഇപ്പോൾ വിശപ്പില്ലായ്മയും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ 2 weeks മേലെ നിൽക്കുന്ന വയറിളക്കം, മലത്തിൽ രക്തമുണ്ട്, അല്ലെങ്കിൽ നല്ല പനിയോട് കൂടിയാണ്, വയറ് പെരുക്കമുണ്ട്, റിപ്പീറ്റഡ് വോമിറ്റിംഗ്, ടയേർഡ്നെസ് കൂടിയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടണം, ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കണം. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പല രോഗങ്ങളെപ്പറ്റി സംസാരിച്ചു, അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. നമുക്കെല്ലാം ഒരു ടെൻഡൻസിയാണ്, ആദ്യം നമ്മൾ ഹോം റെമഡീസ് ഒന്ന് ട്രൈ ചെയ്യും, വീട്ടിലെ ചില പൊടിക്കൈകളൊക്കെ. ഈ വീട്ടിലെ പൊടിക്കൈകൾ കുഞ്ഞുങ്ങളിൽ പരീക്ഷിക്കുന്നത് ഗുണമാണോ അതോ ദോഷമായിട്ടാണോ കണ്ടിട്ടുള്ളത്? പല കാര്യങ്ങളും നല്ലതുമുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ നേരത്തെ കോഫ് സിറപ്പിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മൾ ഡിസ്ട്രെസ്സിങ് ആണ്, കുഞ്ഞ് ചുമച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കൾക്ക് വളരെ മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കോഫ് റെമഡീസ് ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിലൊക്കെ, നമ്മൾ ചുക്ക് കാപ്പി, അതിൻ്റെ അകത്ത് കുറച്ച് മാത്രം കുരുമുളക് ഇടുക, ചെറിയ എരിവ് മാത്രം ഇട്ടൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുടിക്കും. അതുപോലെ തന്നെയാണ് തേനും ഇഞ്ചിയും ചെറിയ ചൂടുവെള്ളവും കൂടെ പാകത്തിന് ആക്കി കൊടുക്കുകയാണെന്ന്, ചെറിയ ചൂടിൽ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കുടിക്കും. അതും ഒരു ത്രോട്ടിലൊരു ലോസഞ്ച് പോലെ കുറച്ച് സൂത്തനിങ്ങും, ചുമ താൽക്കാലികമായിട്ട് കുറയുകയും ചെയ്യും. ഇഞ്ചിയും തേനും ചൂടുവെള്ളവും
അപ്പം വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു റീഹൈഡ്രേഷൻ കിട്ടും, ഹണിയുടെ കുറച്ച് ന്യൂട്രീഷൻ കിട്ടും, തൊണ്ടയിലൊരു ശാന്തിയും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഹോം റെമഡീസ് ആർ ഹെൽപ്ഫുൾ ആക്ച്വലി. പക്ഷേ അല്ലാത്ത ചില റെമഡീസ് ഹാം ചെയ്യുന്നതാണ്. നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് മലം പോകാത്തതിന് കൊടുക്കുന്ന എന്തൊക്കെയോ റൂട്ടൊക്കെ അരച്ച് കൊടുക്കുന്നതും അത് അങ്ങനത്തെ സിദ്ധയും അങ്ങനത്തെ വേറെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും അങ്ങനത്തെ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. വളർന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ അകത്ത് പല ഹെവി മെറ്റൽസൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ. അതൊക്കെ ലോങ് ടേമിന് നമ്മൾ കോൺസ്റ്റിപ്പേഷന് കൊടുക്കുന്ന ഹോം റെമഡീസൊക്കെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ആവശ്യത്തിന് വെള്ളവും ടോയ്ലറ്റ് ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ചില തരം ഹോം റെമഡീസ് ഹാം ചെയ്യും. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ റിപ്പീറ്റഡായിട്ട് പനി വരുന്നു, ജലദോഷം വരുന്നു, അസുഖം ഒഴിയുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണം ഇമ്മ്യൂണിറ്റി കുറയുന്നതാണോ? എങ്ങനെയാണ് ഈ അവസ്ഥയെ പാരൻസ് നേരിടേണ്ടത്? അത് ഇൻഡിവിജ്വൽ കേസസ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഒരു കോമൺ ആയിട്ട് ബ്രോഡായിട്ട് പറയാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിൻ്റെ അത് രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റിപ്പീറ്റ് ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളതാണ്. അവർ ഒട്ടും വീട്ടിൽ 2 years 3 years വീട്ടിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഇൻഫെക്ഷനും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഓരോ ഇൻഫെക്ഷനായിട്ട് വരും. ഇവിടെയും നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന പോഷക ആഹാര സമൃദ്ധമായിട്ടുള്ളൊരു ഫുഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി കുറവും കൂടെ വരാം. അപ്പോൾ ഒരു റിക്കറൻറ്റ് ഇൽനെസ്സിൻ്റെ ഇടയിൽ നമുക്കൊരു 2 weeks to 1 month എങ്കിലും നല്ല വിശപ്പും നോർമൽ ആക്ടിവിറ്റിയും നോർമൽ സ്ലീപ്പും ഉള്ളൊരു പീരിയഡ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വറിയൊന്നുമില്ല. ഇൻ ബിറ്റ്വീൻ ഇൽനെസ്സസ് നമുക്കൊരു 1 month എങ്കിലും, അതായത് ഒരു വർഷത്തിൽ ഒരു 6 illnesses ഒക്കെ വരാം, ജലദോഷവും ചുമയും. പക്ഷേ ഇൻ ബിറ്റ്വീൻ അബ്സല്യൂട്ട്ലി നോർമലായിരിക്കണം. വിശപ്പ് തിരിച്ചു വരണം, സുഖമായി ഉറങ്ങണം, നല്ല ഓടിച്ചാടി കളിക്കണം. ദ ചൈൽഡ് ഇസ് നോർമൽ. ആക്ടിവിറ്റിയും സ്ലീപ്പും ആപ്പിറ്റൈറ്റും നോർമലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീരിയഡ് നമുക്ക് 2-3 ദിവസം പോരാ, ഒരു 2 weeks to 1 month എങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ആണ്, വറി ചെയ്യേണ്ട. 1-2 വർഷത്തിൻ്റെ അകത്ത് അത് സെറ്റിൽ ചെയ്യും. ആ ഒരു പീരിയഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അലർജിയെ പറ്റി ആലോചിക്കണം. ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ പോകുന്ന വഴിയിലുള്ള പൊടി പുക, സ്കൂളിലുള്ള ചോക്ക് അല്ലെങ്കിൽ ടോയ്സ് അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുന്നുണ്ടാവും. അപ്പോൾ സ്കൂളിലുള്ള പൊടി അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫാക്ടർ അവൻ്റെ മൂക്കിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്, ത്രോട്ടിനെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ചുമയും ജലദോഷവും മാറാതെ നിൽക്കും. അതൊന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താലേ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻറ്റി അലർജിക് മെഡിസിൻസ് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ട്രിഗർ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കാര്യത്തിനെ പറ്റി ആലോചിക്കണം. മൂന്നാമത് നമ്മളുടെ ഫുഡ് ശരിയാകാഞ്ഞിട്ടാണ്, വിശപ്പ് ശരിയാകാഞ്ഞിട്ടാണ് നമ്മൾ സിങ്ക് സപ്ലിമെൻറ്റ് ചെയ്യണോ, വൈറ്റമിൻ എ സപ്ലിമെൻറ്റ് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടും, നല്ലൊരു ഗ്യാപ്പ് കിട്ടും. വേറെ ചൈൽഡ് ഇസ് ആബ്സല്യൂട്ട്ലി ഫൈൻ, ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു ഗ്യാപ്പ് കിട്ടും. അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സിംറ്റംസ് ആയിരിക്കും, ഓഫ് ആൻഡ് ഓൺ കൂടിയും കുറഞ്ഞിരിക്കും. അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയാലേ അറിയാനൊക്കെ. അതിൻ്റെ ചികിത്സയും ഡിഫറൻ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വിശപ്പ് ശരിയാവുന്നില്ല, ഫുഡ് ശരിയാവുന്നില്ല, വെയിറ്റ് ഗെയിൻ വരുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാർട്ടും കൂടെ ഒന്ന് കവർ ചെയ്യണം. ഓക്കെ ഡോക്ടർ അസം മോദർ, ഞാനിങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ അലർജി വരുമ്പോൾ നമ്മൾ ചിലർ പറയാറുണ്ട് ഒരു 6-7 വയസ്സാകുമ്പോൾ അലർജി തനിയെ അങ്ങ് മാറിക്കോളൂ, അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മറ്റു ചിലർ പറയാറുണ്ട് ഇത് കുഞ്ഞിലേ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു യങ് അഡൾട്ട് ആകുമ്പോഴേക്കും അത് ആസ്മയായി മാറാം, അതിപ്പോൾ അത് കുഞ്ഞിലേ ട്രീറ്റ് ചെയ്യണം. ശരിക്കും അലർജി എപ്പോഴാണ് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്? അതോ അതിങ്ങനെ തനിയെ മാറുമെന്നുള്ളൊരവസ്ഥ തന്നെയാണോ? അപ്പോൾ അലർജി എന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ചില ട്രിഗേഴ്സിന് നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നതന്നെയാണ് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ അലർജി. അത് പല ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് അലർജി കൺജങ്ക്റ്റീവൈറ്റിസ് ആണ്, അതായത് കണ്ണിൽ റെഡ്നെസ്, കണ്ണ് ചൊറിയുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ചിലർക്ക് മൂക്കിലായിരിക്കും, തുമ്മുന്നുണ്ട്, മൂക്കൊലിക്കുന്നുണ്ട്, രാത്രിയിൽ മൂക്കടയുന്നു, മൗത്ത് ബ്രീതിങ്, എഡിനോയിഡ് വലുതായിട്ടുള്ള വായ തുറന്നിട്ടുള്ള, അപ്പോൾ പല്ലിൻ്റെ നേരെ തെറ്റുന്നു, മുഖത്തിൻ്റെ ഷേപ്പ് മാറുന്നു, എഡിനോയിഡ് എൻലാർജ്മെൻ്റ് ആണ്. വേറെ ചിലർക്ക് ആണ് ഈ ആസ്മ, എയർ ട്യൂബ്സിലോട്ടുള്ള അലർജി. അപ്പോൾ അവിടെ കഫം ഉണ്ടാകുന്നു, വീസിങ് വരുന്നു, വലിവ് പോലെ വരുന്നു, ചുമയ്ക്കുന്നുണ്ട്. സ്കിൻ അലർജീസ് ഉണ്ടാകുമല്ലോ, കൊതുക് കുത്തി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറി എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ കുട്ടികളുടെ കാലിൽ കാണാറുണ്ട്. അത് സെക്കൻഡറി. അതിൽ പിന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്ന് പാടായിട്ട് കിടക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കഴുത്തിലും ഈ ഫോൾസിലുമൊക്കെ ഇൻഫെക്ഷനും ചൊറിച്ചിലും വരാനാണ്. അപ്പോൾ അലർജി പല ഓർഗൻസിനെ ബാധിക്കാം. വിദ്യ ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ശ്വാസമുട്ടലായിരുന്നു. നമുക്ക് ആസ്മ കൊച്ചിലെ പോകുമോ എന്നുള്ളത് അത് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ട്. ആസ്മയുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, ഈ അലർജി ടെൻഡൻസി നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ജനറ്റിക് ടെൻഡൻസിയാണ്. പക്ഷേ ട്രിഗർ വന്നാലേ ആ റിയാക്ഷൻ തുടങ്ങും. പൊടിയോ പുകയോ കാലാവസ്ഥ മാറ്റമോ വന്നാൽ മാത്രമേ ഈ ഒരു റിയാക്ഷൻ വരുള്ളൂ. അത് ആ ഒരു ടെൻഡൻസി റിമെയിൻസ്, നിങ്ങളുടെ ഒരു ഭാഗമാണ്.
ഈ ട്രിഗേഴ്സ് കൂടിയും കുറഞ്ഞും ഇരിക്കാം. പിന്നെ നമ്മളുടെ ശരീരം അതിനെ ഉൾക്കൊണ്ട് റിയാക്ട് ചെയ്യാതെ ഇരിക്കാം. അലർജിയും സീസണലാണ്, അലർജി ഏജ് റിലേറ്റഡ് ആണ്. അപ്പോൾ ചിലപ്പം കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ക്ലിയർ ആയെന്നും വരാം. പക്ഷേ എപ്പോഴും ഒരു ടെൻഡൻസി റിമെയിൻ ചെയ്യും. ആദ്യമേ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും എന്നല്ല, നമുക്ക് എത്ര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ മൂക്കൊലിപ്പ് വെച്ച് ഞാൻ ജീവിച്ചോളാം, ഓക്കെ ലിവ്, അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ശ്വാസം മുട്ടൽ കാരണം നെബുലൈസേഷനും ഓക്സിജനും വെച്ച് ICUലായ ഒരു കുട്ടിക്ക് ചികിത്സിച്ചേ മതിയാവും. അവന് വലുതാകുമ്പോൾ വരുമോ ഇല്ലേ എന്നുള്ളതല്ല, ഇത് ഇപ്പോഴും ഇവൻ്റെ അലർജി കൺട്രോൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് വരൂലേ. അപ്പോൾ ഒരു മേ ബി ഒരു 6 months 1 year ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ 1 yearലും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് 2 years വേണം. പക്ഷേ വി വിൽ ട്രീറ്റ് ഇറ്റ് നൗ. നമുക്ക് 2 years വേണമേ എന്ന് പറഞ്ഞ് ഇപ്പോഴേ സങ്കടപ്പെടുന്നതിന് ഇപ്പോൾ ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വളരുമ്പോഴത്തേക്കും എയർ ട്യൂബ്സ് വലുതാവും, കുട്ടി മെച്ചുവറാവും, എയർ ട്യൂബ്സും ചിലപ്പോൾ അതിനെ അതിജീവിച്ചു എന്ന് വരാം. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കില്ല. പക്ഷേ അലർജീസ് ഓവർകം ചെയ്യുന്നവരുമുണ്ട്. ചിലവർക്ക് ചെറിയ തോതിലൊക്കെ പിന്നെയും വലുതായാലും വരാം. പക്ഷേ ഈവൻ സിവിയർ കേസസ് പോലും നമുക്ക് ഇൻഹേലേഴ്സും ഡ്രഗ്സും വെച്ചിട്ട് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വാസ്റ്റ് മാച്ച് 99% കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു കൊച്ചു ശതമാനം. ഓക്കെ മാം, നമ്മൾ രോഗങ്ങളെ പറ്റിയും അതിൻ്റെ ആശങ്കകളെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി ഒരു അവയർനെസ് പാർട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓട്ടിസം, വിർച്വൽ ഓട്ടിസം, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 2 years ആവുന്നത് വരെ അതിൻ്റെ ഒരു മേജർ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഒന്ന് പറയാം. ഒരു പാരൻ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊരു അവയർനെസ് പാർട്ടിൽ നമ്മൾ സംസാരിച്ചാൽ എന്തൊക്കെയായിരിക്കും? ഏർലി ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് പറഞ്ഞാൽ ബേബി ജനിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സക്ക് ചെയ്യണം, ബേബി ബ്രസ്റ്റ് സക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു കരച്ചിൽ നമുക്ക് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ നല്ലപോലെ ഉറങ്ങും. അപ്പം സ്ലീപ്പ് പാറ്റേൺസൊക്കെ ഒരു 1.5 2 months ഒക്കെ ആകുമ്പോഴത്തേക്കും ബേബി ഒന്ന് നൈറ്റ് ടൈം സ്ലീപ്പ് വരില്ല, പക്ഷേ ഒന്നൊരു സ്ലീപ്പ് പാറ്റേൺസൊക്കെ നമുക്ക് അമ്മയ്ക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ ഭയങ്കര കരച്ചിലാണ് ആദ്യം മുതലേ എന്നുണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് ബി നമുക്കൊരു ഒരു അലാം ബെൽസ് റിങ് ചെയ്യണം. ദാറ്റ് സംതിങ് മൈറ്റ് ബി റോങ്. ഫീഡ് ചെയ്തിട്ടും പക്ഷേ ഓഫ് കോഴ്സ് ഹംഗ്രി ആവാൻ പാടില്ല. നമ്മൾ ലാക്ടേഷൻ പാർട്ടൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസീവ് ക്രൈങ് ഏർലി നിയോനേറ്റൽ പീരീഡിൽ നമുക്ക് കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ്. സോഷ്യൽ സ്മൈൽ, നമ്മളെ നോക്കി ചിരിക്കുന്ന 6 weeks ആണ്. 6 weeks ഉള്ള വാവ മുഖത്ത് നോക്കി ചിരിക്കും, നമ്മുടെ കണ്ണ് നോക്കി ചിരിക്കും. അപ്പോൾ ആ ചിരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം വിഷൻ കാണുന്നുണ്ടോ, വിഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചിരിക്കുന്നുണ്ടോ എന്നുള്ളത്. ആ ചിരി വരുന്നില്ല എന്നുണ്ടെങ്കിലും അതൊരു ഏർലി മൈൻഡ്. 6 weeks ആണ്, 1.5 മാസത്തിൽ സ്മൈല് വരണം. ഇത് ടേം ബേബീസ്, മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഭാവിയുടെ കാര്യമാണ് പറയുന്നത്. മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനൊരു അലവൻസ് ഉണ്ട്. ഇപ്പോൾ 9 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നവനും 7 മാസമാണെന്നുണ്ടെങ്കിൽ 1.5 മാസം അല്ലെങ്കിൽ 3.5 മാസത്തിൽ ചിരിച്ചാൽ മതി. ആ ഒരു അലവൻസ് കൊടുക്കണം. പക്ഷേ 1.5 months സോഷ്യൽ സ്മൈൽ. ഒരു 4 months ആകുമ്പോഴത്തേക്കും ഹെഡ് കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 6 months ആകുമ്പോൾ ബേബി നല്ലോണം തല തിരിക്കും. അപ്പോൾ 4 months ഹെഡ് കൺട്രോൾ വന്നു തുടങ്ങും. പക്ഷേ ഒരു 5 months ആകുമ്പോഴത്തേക്കും നല്ല സ്റ്റഡി ഹെഡ് കൺട്രോൾ വരണം. അപ്പോൾ ഹെഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴും ആട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ എ ഡേഞ്ചർ സൈൻ. നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള മേജർ ടേണിങ് ഓവർ. ഒരു 6 months ആകുമ്പോഴത്തേക്കും എല്ലാ ബേബീസും ടേൺ ഓവർ ചെയ്യും. സ്വന്തമായിട്ട് മലർന്ന് കിടക്കുന്നയാൾ കമരുന്നത് ഒരു 6 months ആകുമ്പോൾ കമഴ്ന്ന് വീഴണം. സ്വന്തമായിട്ട് എണീറ്റിരിക്കുന്നത് 9 months ആണ്. കിടക്കുന്ന ഒരു വാവ സൈഡ് ചരിഞ്ഞ് കുത്തി എണീറ്റിരിക്കുന്നത് 9 months. 9 months അത് കഴിഞ്ഞിട്ടും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഒരു 1 year ആകുമ്പോഴത്തേക്കും പിടിച്ച് നിൽക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൂളിലോ ചെയറിലോ പിടിച്ച് നിൽക്കാനായിട്ടുള്ളൊരു ഇതാവും. 15 months ആകുമ്പോൾ 1 or 2 steps വെക്കണം. ഒരു 1.5 years ആകുമ്പോൾ കൈ വിട്ട് നടക്കണം. 2 years ആകുമ്പോഴത്തേക്കും ബോത്ത് ഫീറ്റ് ഓരോ സ്റ്റെപ്പ് വെച്ച് പടി കയറാനായിട്ടുള്ള ഒരു പ്രവണതയും കാണിക്കണം. ഇനി സോഷ്യൽ പാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ സ്മൈൽ ആദ്യമേ പറഞ്ഞു 1.5 months സ്മൈൽ ചെയ്ത് തുടങ്ങും, ബാബിൾ ചെയ്ത് തുടങ്ങും. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർ തിരിച്ച് എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു 9 months ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ സിമ്പിൾ ഇങ്ങനെ മാമ താത്ത ബൈ സിലബിൾസ് കൂട്ടി പറയുന്ന മാമ അമ്മ അമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങും. ടാറ്റ കൈ കാണിച്ച് പറയാനായിട്ടുള്ളൊരു ഏജ് യൂഷ്വലി ഒരു 9 to 10 months ആകുമ്പോഴത്തേക്കും അത് വരും. 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 2 to 3 words വിത്ത് മീനിങ്. ക്ലിയർ വേർഡ്സ് ആവണമെന്നില്ല, പക്ഷേ ഒരു 2 to 3 words വിത്ത് മീനിങ് അവർ പറയാൻ തുടങ്ങും. വൊക്കാബുലറി കൂടി വരും. 2 years ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മ വാ, നാനാ വേണ്ട, അങ്ങനെ നാനാ നോ, അങ്ങനത്തെ 2 word കൂട്ടിയിട്ടുള്ള ജനറലി 2 years 2 word sentences. 3 years ആകുമ്പോഴത്തേക്കും 3 word sentences വരും. ഇതെല്ലാം അങ്ങ് ഭയങ്കര കമ്പാർട്ട്മെൻറ്റ്സ് അല്ല. ബാക്കി എല്ലാ ഏരിയാസും നോർമലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂ വേർഡ്സ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ അവെയർ ആയിരിക്കണം. മോൻ നമ്മുടെ മുഖത്ത് നോക്കുന്നുണ്ടോ, നമ്മളെ ഇപ്പോൾ ഒരു 7 months 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും കൈ നീട്ടി തരും നമ്മൾ വരുമ്പോഴത്തേക്കും കൈ ഉയർത്താനായിട്ട്. അങ്ങനെ നമ്മൾ മുഖത്ത് നോക്കുന്നില്ല. ഈ ഇൻറ്ററാക്ഷൻ കുറയുന്നുണ്ട്. റെപ്പറ്റേറ്റീവ് പ്ലേ, ഒരേ സാധനം ഒരു കാറിൻ്റെ വീൽ ഇങ്ങനെ കറക്കി മണിക്കൂറുകളോളം നോക്കുക, അല്ലെങ്കിൽ ഈ കാലണ്ടറൊക്കെ പറക്കുന്നതൊക്കെ ഇങ്ങനെ 1 മണിക്കൂറൊക്കെ നോക്കി കളിക്കുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ ആ റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഏർലി ഡെവലപ്മെൻറ്റൽ ഒരു ഡേഞ്ചർ സൈൻസ് ആണ്.
ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവനിങ്ങനെ ആര് വിളിച്ചാലും പോവുമായിരുന്നു ഒരു 1 year ഒക്കെ ആകുമ്പോഴും. അപ്പോൾ ഇവരിതൊരു നല്ല സ്വഭാവമാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരിക്കൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് അതത്ര നല്ല കാര്യമല്ല, കുഞ്ഞിന് ആ ഒരു ഭയവും സെക്യൂരിറ്റിയും ഒക്കെ വേണം എന്നുള്ളത് തോന്നിയിരുന്നു. ശരിക്കും അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ജനറലി ഒരു 10 months ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും കൂടെ, ഒരു 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും 6 months to 9 months ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാവർക്കും. അവർക്ക് ആ ഒരു സ്ട്രേഞ്ചറിൻ്റെ ഒരു ഇത് അറിയില്ല. 1 year ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർ നടന്നു തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ കെയർ ഗിവറിനെ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി തുടങ്ങുന്നത് 1 year ശേഷമാണ്. ടെമ്പറമെൻ്റലി പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു ചിൽഡ്രൻ ആർ ഓൾസോ ഡിഫറെൻറ്റ്. അപ്പോൾ അവർ ആ ഒരു ജനറലി 1 year ആകുമ്പോഴത്തേക്കും സ്ട്രേഞ്ചർ ആങ്സൈറ്റി വരേണ്ടതാണ്. വരുന്നില്ല എന്നുള്ളത് നല്ല കാര്യം, ഒരു ലിമിറ്റ് വരെ. ഡോക്ടർ എൻ്റെ ഒരു ഏജിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ചിലർ പങ്കുവച്ചിട്ടുള്ള ഒരു ആശങ്കയാണ്, എനിക്കൊരു പീഡിയാട്രിഷനെ കാണുമ്പോൾ ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഈ C-section കഴിഞ്ഞ അമ്മമാർക്ക് ഒരു ആശങ്കയുണ്ട്, ഞങ്ങളുടെ കുട്ടികളും ഒരു വെജൈനൽ ബർത്തിലെ കുഞ്ഞിനെ പോലെ തന്നെ വളരുമോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുമോ എന്നുള്ളത്. ഇത് എത്ര റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെ പേഴ്സണൽ സ്പേസിൽ ഞാൻ കേട്ടിട്ടുള്ള ആശങ്കയാണ്. ഡോക്ടർക്ക് എന്താ തോന്നിയിട്ടില്ലേ? C-section ബേബിയും നോർമൽ വെജൈനൽ ഡെലിവറിയും തമ്മിലുള്ള 1 major ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെജൈനൽ ഡെലിവറിയിൽ അമ്മയുടെ വെജൈനയിലുള്ള ബാക്ടീരിയയിൽ കുളിച്ചാണ് ബേബി ഇറങ്ങി വരുന്നത്. അപ്പോൾ ബേബിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കവചം, ഈ കവചം അമ്മയുടെ വെജൈനയിലെ ട്രാക്റ്റിലുള്ള നോർമൽ പാവം ഹെൽത്തി ബാക്ടീരിയ ആയിരിക്കും. മനസ്സിലായ? അപ്പോഴേ തുടങ്ങി ബേബിക്ക് ആ ഒരു കവചം ഉണ്ടാകാനായിട്ട്. C-section ബേബി ആകുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് ഹെൽത്ത് വർക്കറിൻ്റെ കൈകളാണ് റിസീവ് ചെയ്യുന്നത്. ആ ഒരു യൂട്രസിൻ്റെ അകത്തെല്ലാം സ്റ്റെറൈലാണ്, ബാക്ടീരിയ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ പിന്നെ നമ്മളുടെ കോട്ടിലേക്കല്ലേ പോകുന്നത് ഡയറക്റ്റായിട്ട്. അപ്പോൾ ആ ഒരു ബാക്ടീരിയൽ കോട്ടിങ് ഫ്രം ദ വെജൈനൽ ട്രാക്റ്റ് C-section ബേബീസിന് ലഭ്യമല്ല. അതൊരു കൊച്ചൊരു ഡ്രോബാക്കാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടല്ലേ സിസേറിയൻ ചെയ്യുന്നത്. അപ്പം ബേബിയുടെ ജനറൽ ഹെൽത്ത് സിസേറിയൻ അല്ലായിരുന്നു എങ്കിൽ എങ്ങനെ, വി ആർ നോട്ട് ഡിസ്കസിങ് ദാറ്റ്. പക്ഷേ ഒരു സിംഗിൾ ഫാക്ടർ മാത്രം നോക്കുകയാണെങ്കിൽ C-section ഡെലിവറി വെജൈനൽ ഡെലിവറി തമ്മിലുള്ള വ്യത്യാസം, വെജൈനൽ ഡെലിവറിക്ക് ഈ ഒരു കവചം കിട്ടിയിട്ടാണ് അവർ ഉടനെ വരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഗ്രോ ചെയ്ത് ഈസി ആയിട്ട് അവർക്ക് ആ സ്കിൻ ഹെൽത്ത് കൂടുതൽ വെജൈനൽ ഡെലിവേർഡ് ബേബീസിനായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ചില അമ്മമാർ ഒരു ഗിൽട്ടോട് കൂടി പറയുന്ന കേട്ടിട്ടുണ്ട്, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഒരു 1 hour എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞിനെ, ഞാനൊരു 5 hours ശേഷമാണ് ഫീഡ് ചെയ്തത്. ഇതൊരു ഗിൽറ്റിൻ്റെ ആവശ്യമുണ്ടോ? അതെങ്ങനെയാണ് ഈ കുഞ്ഞിനെ ബാധിക്കുന്നതായി തോന്നിയത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ബേബി റെഡിയാണ് പാല് കുടിക്കാനായിട്ട്. ഇൻഫാക്റ്റ് ആ പ്രസവിക്കുന്ന ആ രക്തത്തോടു കൂടി അമ്മയുടെ നോർമൽ ഡെലിവറി ആണെങ്കിൽ അമ്മയുടെ വയറിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ എഴഞ്ഞു പോയി ബ്രസ്റ്റ് കണ്ടുപിടിച്ച് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അത് പാല് കുടിക്കാൻ എല്ലാ മൃഗങ്ങളും കമിഴ്ന്ന് കിടന്നാണ് പാല് കുടിക്കുന്നത്. പൂച്ചയുടെയും പട്ടിയുടെയും ശ്രദ്ധിച്ചു, ആരും മലർന്ന് കിടന്ന് കുടിക്കുന്നില്ല, എല്ലാവരും കമിഴ്ന്ന്. ഈവൻ എ ഹ്യൂമൻ ബേബി നമ്മൾ കമിഴ്ത്തി കിടത്തുകയാണെന്നുണ്ടെങ്കിൽ വിൽ സെർച്ച് ഫോർ ദ ബ്രസ്റ്റ്, ഫൈൻഡ് ദ നിപ്പിൾ ആൻഡ് സക്ക്. അപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ അതിന് റെഡിയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ബേബിക്ക് ചെറിയൊരു ശ്വാസം എടുത്തില്ല, എന്തെങ്കിലും കൊച്ചൊരു റിസസിറ്റേഷൻ, ഹെൽപ്പ് വേണ്ടി വന്ന് ബ്രീത്തിങ്, ആ ഒരു പീരീഡ്, ആ ഒരു 1 hour ഇവർ ഏറ്റവും ഡെലിവറിയുടെ കഴിഞ്ഞിട്ടുള്ള പിതുങ്ങി ഞെരുങ്ങി വന്ന് ആ അലേർട്ട്നെസ് പീരീഡ് 1 hour അകത്താണ്. അപ്പോൾ ആ 1 hour അകത്ത് കുടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി നല്ല ഇഫക്റ്റീവായിട്ട് സക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അമ്മയുടെ ബ്രെയിനിൽ നിന്ന് മിൽക്ക് റിലീസിങ് ഹോർമോൺസൊക്കെ റിലീസ്ഡ് ആവുന്നത്. അൺലെസ് ദ ബേബി സക്സ് ആ ഒരു റിഫ്ലെക്സ് വരില്ല. അപ്പോൾ എത്ര ഏർലി ആയിട്ട് ബേബി വന്നു കഴിഞ്ഞ് ബേബി സക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 2 hours പാല് ഉൽപ്പാദനത്തിൻ്റെ മെഷീനറി റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അത് 5 hours ആകുമ്പോഴത്തേക്കും ദാറ്റ് സ്ലോസ് ഡൗൺ, ബേബിയും ഉറങ്ങിപ്പോയി. ഡ്രിപ്പ് ഇട്ടോ എന്താണോ, ബേബിയും റെഡിയല്ല. പിന്നെ ബേബി സക്ക് ചെയ്യുന്നില്ല, കരയുന്നു. അപ്പം നമ്മൾ ഡിലേ ചെയ്യും തോറും ബേബിയുടെ ഉറക്കം മോഡിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡിങ്ങും ഡിഫിക്കൽട്ടാവും. അപ്പോൾ ഫീഡ് ചെയ്യാത്തപ്പോൾ പാലും കുറയും, അമ്മയ്ക്ക് ടെൻഷനായി, അത് കാരണം പാല് കുറയും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഗിൽറ്റൊന്നും വേണ്ട, ആസ് ഏർലി ആസ് പോസിബിൾ ലെറ്റസ് ഫീഡ് ദ ചൈൽഡ്. ഐഡിയലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആണ് ഫീഡ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ 1/2 മണിക്കൂർ താമസിച്ചു, 1 മണിക്കൂർ താമസിച്ചു, യു ഹാവ് ഇനഫ് ടൈം. ഇനി കുറച്ച് മണിക്കൂറുകൾ താമസിച്ചു പോയി അവരെന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫീഡ് കൊടുക്കേണ്ടി വന്നു, അമ്മയുടെ കോംപ്ലിക്കേഷൻ, ബേബിയുടെ കോംപ്ലിക്കേഷൻ കാരണം, അതിൻ്റെ അകത്ത് ഗിൽറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പാല് കുറയും. സോ ലെറ്റ് ദ മദർ ബി ഹാപ്പി. ഈക്വലി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ മദർ, ബേബി, ഡയാഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മദറിൻ്റെ മെൻറ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ബേബി ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് ഫീഡ് ചെയ്യണം.
ഡോക്ടർ ഇത് പറഞ്ഞു കേട്ടപ്പോഴേ ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ഞാനിങ്ങനെ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാനിവനിങ്ങനെ കൊണ്ടുവരുമ്പോൾ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനി ഇത് ഫീഡ് ചെയ്യാനൊക്കെ എങ്ങനെ പഠിപ്പിക്കും. അപ്പോൾ ഇവനിങ്ങനെ വന്നിട്ട് നിപ്പിളിലേക്ക് വരുമ്പോൾ സക്ക് ചെയ്യുന്നു. ഇവനെ ഏതോ കാലം മുതൽ അറിയുന്ന പോലെ പാല് കുടിക്കുന്നു. ഞാൻ കൊള്ളാലോ. അതിപ്പോഴും എനിക്കൊരു അത്ഭുതം പോലത്തെ ഒരു കാഴ്ചയാണ്. അന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ആശങ്ക. ഈ കുഞ്ഞ് നേരെ വളരുന്നുണ്ടോ, ഹെൽത്തി ആണോ, ഓക്കെ ആണോ. ഇത് എത്ര പറഞ്ഞാലും തന്നോളോ ആയാലും ചിലപ്പോൾ പാരൻസിന് ഈ ആശങ്ക ഉണ്ടാവാം, എനിക്കറിയില്ല. ആസ് എ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഇത് കേൾക്കുന്നുണ്ടാവും. ഡോക്ടർ എൻ്റെ കുഞ്ഞ് ശരിക്കും വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയാറ്? ഏർലി ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കുഞ്ഞിൻ്റെ നീളം കൂടുന്നുണ്ടോ, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടോ, തലയുടെ ചുറ്റളവ് കൂടുന്നുണ്ടോ. ഇത് 3 കാര്യങ്ങളാണ് ഗ്രോത്ത് മോണിറ്റർ ചെയ്യാനായിട്ട് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി കുഞ്ഞ് ഉറങ്ങുന്നുണ്ടോ, മൂത്രം നല്ലപോലെ പോകുന്നുണ്ടോ, മലം ആക്ച്വലായിട്ട് ഫീഡുമായിട്ട് ബന്ധമില്ല, എന്നാലും മലം പോകുന്നുണ്ടോ, മൂത്രം പോകുന്നുണ്ടോ, കുഞ്ഞ് സാറ്റിസ്ഫൈഡ് ആണോ, സ്ലീപ്പിംഗ് വെൽ, എങ്കിൽ ഇത് ചൈൽഡ് വിൽ ഗ്രോ. ഇനി എന്നാലും ഒരു കൺഫർമേഷനാണ് നമ്മൾ വെയിറ്റും ഹൈറ്റും തലയുടെ ചുറ്റളവും നമ്മൾ മോണിറ്റർ ചെയ്യും. ഒരു 2 ഇയേഴ്സ് വരെ നമ്മൾ ഹെഡ് സർക്കംഫറൻസ് തലയുടെ ചുറ്റളവ് നോക്കണം. 5 ഇയേഴ്സ് വരെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് കൂടി നോക്കും. തീരെ മാൽനറിഷ്ഡായിട്ട് പ്രീ ടേം ബേബീസിൻ്റെയൊക്കെ ഗ്രോത്ത് ഒക്കെ ശരിയാവുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ അപ്പർ ആമിൻ്റെ സർക്കംഫറൻസ് നോക്കും. പക്ഷേ അറ്റ് ഓൾ ഏജസ് നോക്കുന്ന 2 കാര്യങ്ങൾ വെയിറ്റും ഹൈറ്റുമാണ്. അപ്പോൾ നമ്മൾ ഒരു 3 ഇയർ ഓൾഡിനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ 4 ഇയറിനെ കൊണ്ടുവരുന്നു, ഇവൻ്റെ വെയിറ്റ് ആഡിക്വറ്റ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോഴെടുക്കുന്ന ഒരു ഫോട്ടോ ആണ് അന്നത്തെ വെയിറ്റും ഹൈറ്റും. ഇത് നമുക്ക് ഗ്രോത്ത് ചാർട്ട്സിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സമപ്രായക്കാർ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ കുട്ടികൾ 4 ഇയേഴ്സിൽ ബോയ് ആണെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് മുതൽ എത്ര വെയിറ്റ് വരെ ആകാമെന്ന് ചാർട്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് ചാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ അവൻ മിഡിൽ വാല്യൂ ആയിരിക്കാം, നടുക്ക് നിൽക്കുന്ന കുട്ടി. ഇപ്പോൾ 100 പേരെ നിരത്തി നിർത്തിയിരിക്കുന്നതാണ് നമ്മുടെ ചാർട്ട്. അതിൽ ഇവൻ്റെ പൊസിഷൻ എത്രയാണ് നമുക്ക് കമ്പയർ ചെയ്യാം. ഹി മൈറ്റ് ബി ദ 10th പേഴ്സൺ അല്ലെങ്കിൽ 25th പേഴ്സൺ ആയിരിക്കാം, 97th പേഴ്സൺ ആയിരിക്കാം. എന്തായാലും അത് ഒരു റീഡിങ് മാത്രമാണ്. പക്ഷേ 3ൽ താഴെയും 97ൽ മേലെയും വാല്യൂസ് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് അണ്ടർ ന്യൂട്രീഷനും ഓവർ വെയ്റ്റിൻ്റെയും ആശങ്ക വരുന്നത്. അപ്പോൾ വെയ്റ്റിൻ്റെ ഒരു ഭാഗം ഹൈറ്റാണ്. ടോൾ ചൈൽഡ് വിൽ വേ മോർ. അപ്പോൾ നമ്മൾ ഹൈറ്റ് കൂടി നോക്കണം. അതും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പൊസിഷൻ. അപ്പോൾ ഹൈറ്റും വെയിറ്റും ഒരേ ലെവലിലാണെങ്കിൽ 3 ആണെങ്കിലും നമുക്ക് കേസില്ല. ഹീസ് എ സ്മോൾ പേഴ്സൺ, അതിനൊത്ത വെയിറ്റ് ഉണ്ട്. ഇനി സ്മോൾ പേഴ്സൺ ഇനിയും സ്മോൾ ആവുമോ എന്നുള്ള മോണിറ്ററിങ് വേണം. സോ 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി വെയിറ്റും ഹൈറ്റും നോക്കാൻ വരണം. അപ്പോഴേ കൂടിയിട്ടുണ്ട്, വീണ്ടും കൂടിയിട്ടുണ്ട്, പക്ഷേ 3rd പേഴ്സൺ ആണ്, ശരി, ഗ്രോയിങ് വെൽ. പക്ഷേ അപ്പോഴ് അവൻ ചാർട്ടിൻ്റെ താഴെ പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ നോക്കണം. അപ്പോൾ എനി 2 ലൈൻസ് ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ പല ലൈൻസ് നമ്മൾ 2nd 3rd ചൈൽഡിൻ്റെ 15, 25, 50 അങ്ങനെ ഒരു 6 ലൈൻസ് ഉണ്ട് ആ ഗ്രോത്ത് ചാർട്ടിൽ. അപ്പോൾ അതിൽ ലൈൻസ് ക്രോസ് ചെയ്യുന്ന 2 ലൈൻസ് താഴോട്ട് ക്രോസ് ചെയ്യുന്നെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ, 2 ലൈൻസ് മേലോട്ട് ക്രോസ് ചെയ്യുന്നെങ്കിൽ ഓവർ ന്യൂട്രീഷൻ, ഈവൻ വിത്തിൻ ലിമിറ്റ്സ്. അതും കൂടെ നമ്മൾ നോക്കണം. അപ്പം ഗ്രോത്ത് മോണിറ്ററിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഗ്രോത്ത് ചാർട്ട്സ് അവൈലബിൾ ആണ്. ഹൈറ്റും വെയിറ്റും എല്ലാ ഏജസിലും നോക്കും. 5 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, 2 ഇയേഴ്സിനും കൂടെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലയുടെ ചുറ്റളവ്, ബ്രെയിൻ ഗ്രോത്തും കൂടെ നോക്കും. പിന്നെ ഇതിലെന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ കാര്യമായിട്ട് ഡയറ്റ് ഹിസ്റ്ററി എടുത്തിട്ട് എന്തെങ്കിലും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ഇനി ചാർട്ടിൻ്റെ മേലെ പോകുന്നതും ഇപ്പം വളരെ കോമൺ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ TV കണ്ടുള്ള ആഹാരം കഴിപ്പും ഈ മധുരത്തിനോടുള്ളൊരു അഡിക്ഷനും, ഇപ്പോൾ ചോക്ലേറ്റ്സൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാനും പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നത് ചോക്ലേറ്റ്സാണ്, ഐസ്ക്രീമാണ് കൊണ്ടുവരുന്നത്, കേക്കാണ്. നോബഡി ബ്രിങ്സ് ആപ്പിൾസ് ആൻഡ് ബനാന. അപ്പോൾ ഇൻ എ വേ ആപ്പിൾസ് ആൻഡ് ബനാന മോർ എക്സ്പെൻസീവാണ്. ഇറ്റ്സ് എ ചീപ്പ് സ്നാക്ക്. ഈ ചോക്ലേറ്റ്സും ചിപ്സും ഒക്കെ ശരിക്കും അതൊരു ചീപ്പ് അഡൾട്ട് സ്നാക്കാണ്. താൽക്കാലികമായിട്ട് നമുക്കൊരു എനർജി കിട്ടാനായിട്ട് ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. പക്ഷേ ഒരു കുഞ്ഞിനൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജങ്ക് സാധനം റെക്കമെൻഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ലെറ്റസ് ബൈ സം പഴം വാങ്ങിച്ചുകൊണ്ട് പോകാം, ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, പക്ഷേ ഭയങ്കര ന്യൂട്രീഷ്യസുമാണ്. ഓക്കെ ഡോക്ടർ, ഞാൻ വൈൻഡപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കട്ടെ. ഡോക്ടർ കുറേ നാളായി കുറേ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കാണുന്നുണ്ട്. രക്ഷിതാക്കളുടെ പൊതുവായിട്ടുള്ള ആശങ്ക എന്താണ് ഈ ലോകത്തിൽ? അതായത് ഞാൻ പറയുന്നത് കുറച്ച് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരോടല്ല, അതിസാധാരണക്കാരായ മനുഷ്യരെ കാണുന്നുണ്ടാവുമല്ലോ. ഇവരോട് ഡോക്ടർക്ക് ഇവരുടെ പൊതു ആശങ്ക എന്താണ്? ഇവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ക്വാളിറ്റി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. കഴിയുമെങ്കിൽ ഡെയിലി
വൺ മീൽ ടുഗെദർ, ഒരുമിച്ചിരുന്ന് കഴിക്കുക, ടി വി എല്ലാം അണച്ച് സമാധാനമായിട്ട് നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മളുടെ ഓഫീസിലെ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ട് കുട്ടിക്ക് അറ്റൻഷൻ കൊടുത്ത് ഫാമിലിയോടുകൂടി പ്രിട്ടൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഹാപ്പി ആയിട്ട് നിങ്ങളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക. കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പും ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഈ വയറുവേദനയും തലവേദനയും അങ്ങനത്തെ ഒരുപാട് നമ്മൾ സൈക്കോസൊമാറ്റിക് ഇൽനെസ്സസ് എന്ന് വെച്ചാൽ മനസ്സിൻ്റെ വേദന ശാരീരിക വേദനയായിട്ട് വരുന്നതൊക്കെ നമുക്കൊരു പരിധി വരെ അവരുടെ ലൈഫിൽ ഇൻവോൾവ് ആണെങ്കിൽ ഒരുപാട് സമയമാണോ അരമണിക്കൂർ ഒരു ദിവസം, ഇനി പറ്റൂലെങ്കിൽ നമുക്ക് 6 ദിവസം ഇടാം. സൺഡേ ഒരു ദിവസം ഒരു മീല് അല്ലെങ്കിൽ കുറച്ച് സമയം 1 മണിക്കൂർ അവരുടെ കൂടെ കളിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തിയേ മതിയാവും. ഡോക്ടർ, ഒരു നല്ല ടോക്കായിരുന്നു, ഇൻസൈറ്റ്ഫുൾ ടോക്കായിരുന്നു. ഒരുപാട് നന്ദി.